എൻ്റെ മനസ്സിൽ ക്രിസ്റ്റു ഒരു സൈക്കോ അല്ല. പടത്തിൽ ഇയാൾക്കൊരു വ്യക്തമായ ഒരു ഗ്രാഫ് ഉണ്ട്. ഈ ഒരു ക്യാരക്ടറിന് ഇയാളൊരു ഹെവി ഡ്രഗ് യൂസറാണ്. മോസ്റ്റ്ലി മെത്ത് ആൻഡ് കോക്കും ആണ്. അപ്പോൾ ആ എനർജിയും ഇടയ്ക്കുള്ള ഈ വലിയാണെങ്കിലും അതെ, ഇപ്പം ഇങ്ങനെ ചെയ്യുന്ന സാധനമാണെങ്കിലും അതെ, ചാക്കോച്ചിനോട് അഭിനയിക്കുമ്പോഴാണെങ്കിലും അതെ, ചാക്കോച്ചിനും കൊടുത്തിട്ട് ചാക്കോച്ചിന് എനിക്ക് തന്നിട്ടുണ്ട്. ഞാൻ കേട്ടിട്ടുണ്ട് യു ഹാഡ് എ പാഷനേറ്റ് ബ്രദർ ഓൾസോ ടുവേർഡ്സ് സിനിമ. പുള്ളി പോയപ്പോൾ സംവെയർ ഡീപ് ഡൗൺ ഇൻസൈഡ് ഞാൻ എന്നോട് തന്നെ പ്രോമിസ് ചെയ്തു, ഇനിയിപ്പോൾ ഉള്ള കാലം എനിക്ക് മാത്രമായിരിക്കില്ല, ഇവനും കൂടെ ജീവിക്കണം, രണ്ടുപേർക്കും കൂടെ ഉള്ള ഒരു ജേർണി ആയിരിക്കും ഇനി തൊട്ടെന്നുള്ളത് അന്ന് തീരുമാനിച്ചു. ചുറ്റും നോക്കുമ്പോൾ നമ്മുടെ കൂടെ സ്റ്റാർട്ട് ചെയ്ത കുറേ ആക്ടേഴ്സ് കുറച്ചും കൂടെ നമ്മുടെ ഫാർ ഹെഡ് ആയിട്ട് നിൽക്കുമ്പോൾ ഞാൻ പലപ്പോഴും ആലോചിച്ചിട്ടുണ്ട്, എം ഐ ഗോയിങ് റോങ്. ഫുട്ടേജ് അത് കുറെ ആളുകൾക്ക് ഭയങ്കര മാസം ഇറങ്ങുന്നുണ്ട് ഹിന്ദിയിൽ. മേ ബി ഹോപ്പ്ഫുള്ളി ഹിന്ദിയിൽ ഇറങ്ങുമ്പോൾ അതിനെ എൻ്റെ ഓഡിയൻസ് ഫൈൻഡ് ചെയ്യും. പ്രിയാമണി മാമിനെ കുത്തുന്ന ഒരു സീനുണ്ട്. പാഡ് ഉണ്ട്, പാഡിലോട്ട് കുത്തണം. അറിയാണ്ട് ആ സ്പീഡിൽ വന്നപ്പോഴത്തേക്കും പാഡ് മിസ് ചെയ്ത് നേരെ റിബിനിട്ട് പോയി ഇടിച്ച് കുത്തി കട്ടി വിളിച്ചപ്പോൾ മാം എടാ ഭ്രാന്താ, പക്ഷേ ഇറ്റൊക്കെ ജോക്ക്. അവർ ആ ഒരു സ്പിരിറ്റിൽ അങ്ങ് എടുത്തു. ഓഫ് കോഴ്സ് ഇറ്റ് ഹേർട്സ്. അപ്പോൾ ആ വിശാഖിനെ ഷട്ടപ്പ് ചെയ്യാൻ വേണ്ടി ഞാൻ ചെയ്യുന്നു അപ്പം തന്നെ വിക്കിപീഡിയ അല്ലെങ്കിൽ ഗൂഗിൾ തുറന്നിട്ട് ആക്ടേഴ്സ് ഹൂ ബിക്കെയിം സ്റ്റാർസ് ലേറ്റ്. വാട്സാപ്പ് വഴി ഇംഗ്ലീഷ് പഠിക്കാൻ ഇംഗ്ലീഷ് കഫേ ഉള്ളപ്പോൾ ഇംഗ്ലീഷ് ഒരു വിഷയമേ അല്ല. ഇംഗ്ലീഷ് കഫേ പ്രസൻസ് യു ദ പെർഫെക്റ്റ് ഇംഗ്ലീഷ്. English Cafe. We present you the perfect English. WhatsApp now 9633888575. വിശാഖാണ് ചേരുന്നത്. ഓഫീസർ ഓൺ ഡ്യൂട്ടിയിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വേഷം ചെയ്തതിനു ശേഷം. നമസ്കാരം. നമസ്കാരം. ആദ്യം കൺഗ്രാജുലേഷൻസ്. കോൺവെർസേഷൻ വിത്ത് അനുപമ ചോപ്ര വാസ് ടു ഗുഡ്. താങ്ക് യു മാൻ. ഭയങ്കര ആർട്ടിക്കുലേറ്റ് ആയിട്ട് ഭയങ്കര ജെന്യുവൻ ആയിട്ട് ആ ഒരു ഫിലിം ബഫിന്റെ ക്യൂരിയോസിറ്റി മെയിൻറ്റെയിൻ ചെയ്തത് ടു ഗുഡ് അടിപൊളി കോൺവെർസേഷൻ. കാഫെസ്റ്റില് കംപ്ലീറ്റ് എടുത്തു നോക്കുമ്പോഴും അവിടുത്തെ ഹോസ്റ്റിന് ഇത്രയധികം, ഞാനൊരു ഹോസ്റ്റായിരുന്നു ഒരു ഇവന്റിൽ, ഒരു ഹോസ്റ്റിന് ഇത്രയധികം അപ്രീസിയേഷൻ കിട്ടുക, ടേക്ക് എ സെക്കൻഡ് ഹാവ് എ ബോ ടു വിശാഖ് എന്നൊക്കെ പറയുന്നത് വലിയ കോംപ്ലിമെന്റ് ആണ്. അടിപൊളിയായിരുന്നു. ഞാൻ റീൽ ടു റീൽസ് എന്ന് പറഞ്ഞിട്ട് വേറെ ഉണ്ടായിരുന്നു 6th. അപ്പൊ അത് ഗംഭീരമായിട്ടുണ്ടായിരുന്നു. എൻ്റെ നമ്മളൊക്കെ ചോദിക്കാൻ ആഗ്രഹിക്കുന്ന ചോദ്യങ്ങൾ ഒരാളെ ചോദിക്കുമ്പോഴാണല്ലോ അത് അടിപൊളിയായിരുന്നു. എത്ര നാൾ പ്രിപ്പയർ ചെയ്തു? അതൊരു 2-3 ദിവസം. എൻ്റെ ഒരു ഏറ്റവും അടുത്തൊരു ഫ്രണ്ട് ഉണ്ട്, പുള്ളിക്കാരത്തി ഫിലിം ജേർണലിസ്റ്റ് ആണ്. വർക്ക് ഫോർ ദ വീക്ക് ബോംബെയിലൊക്കെ. അപ്പോൾ അവരൊരു ഫിലിം ക്രിറ്റിക് ആയതുകൊണ്ട് അവളായിട്ട് ഇരുന്ന് ഡിസ്കസ് ചെയ്ത് കുറെ കാര്യങ്ങൾ. ഇപ്പോൾ ഷൗട്ട് ഔട്ട് ടു മോണ്ടി. അപ്പം നല്ല രസമുള്ള ഒരു എക്സ്പീരിയൻസ് ആയിരുന്നു. അവർ ഭയങ്കര സ്വീറ്റ് ആടോ അനുപമ മാം. അവര് എല്ലാത്തിനും ഓക്കെയാണ്, എല്ലാ ക്വസ്റ്റ്യനും അവർ ഓപ്പൺലി ഡിസ്കസ് ചെയ്യാൻ ഓക്കെ ആയിരുന്നു. എല്ലാ ക്രിറ്റിസിസത്തിനും ഓപ്പൺ ആകുന്നുള്ള രീതിയിൽ. അപ്പോൾ ഓഫീസർ ഓൺ ഡ്യൂട്ടി റിലീസാവുന്നു 20th. അപ്പോൾ അന്റഗോണിസ്റ്റ് ആവാന്ന് പറയുമ്പോൾ അങ്ങനെയാണ് നമ്മൾ വിചാരിച്ചിട്ടുള്ള ട്രെയിലർ കാണുമ്പോൾ. 2 തിയറീസ് ആളുകൾ പറയാനായിട്ടുണ്ട്. ഇപ്പം ചേട്ടൻ സായികുമാറൊക്കെ പറയുന്ന ഒരു തിയറി ഉണ്ട്, ദാറ്റ് ആള് നായകനാണെന്ന് വിചാരിക്കും, സോ നായകൻ വില്ലനാണല്ലോ. ഇത് വിജയ് സേതുപതി ഒക്കെ പറയുന്നത് ഞങ്ങളുണ്ട്. അതായത് ആള് നായകനാണെന്ന് വിചാരിക്കും, സോ അപ്പുറത്തെ ആള് വില്ലനാണ്. അതായത് നമ്മൾ കാണുന്ന നായകൻ അവർക്ക് വില്ലനാണ്. രണ്ടാമത് വിനായകൻ ഷാരൂഖ് ഖാൻ കൈൻഡ് ഓഫ് തിയറി ഉണ്ട്, ദാറ്റ് വില്ലൻ ആയാൽ എന്തും ചെയ്യാം, ആന്റി ഹീറോ ആയാൽ എന്തും ചെയ്യാം. അങ്ങനെ ഒരു ഡിസൈൻ ഇല്ല, ഒരു ഹള്ളില്ല. വിശാഖ് ഇങ്ങനെ ഒരു ഏതെങ്കിലും പ്രിൻസിപ്പിൾ? എനിക്ക് രണ്ടിനും കോമ്പിനേഷൻ ആയിട്ടാണ് തോന്നുന്നത്. ഈ പറഞ്ഞ ശരിയാണ്, വില്ലൻ ആകുമ്പോൾ അതിന് ആ ഒരു ക്യാരക്ടറിന് പെർഫോം ചെയ്യാനുള്ള ഒരു സ്പേസ് ആ സ്ക്രിപ്റ്റിൽ ഭയങ്കര സ്ട്രോങ് ആയിട്ടുണ്ടാവും. അപ്പോൾ ആ പടത്തിന്റെ നായകൻ എന്താ പറയുക, നായകന് ഫൈനൽ ജയിക്കുമ്പോൾ കിട്ടുന്ന ഒരു പേ ഓഫ് ഓഡിയൻസിന് കിട്ടണമെങ്കിൽ വില്ലൻ അത്രയും സ്ട്രോങ് ആയാൽ അത്രയും നല്ലതാണ്. അപ്പോൾ ഈ ഫസ്റ്റ് തിയറി ഭയങ്കരമായിട്ട് ഞാൻ ആലോചിക്കാറുണ്ട്. ഞാനാണ് ഹീറോ എന്നുള്ള രീതിയിൽ നമുക്ക് കാരണം ആ ഒരു പവർ കൊണ്ടുവരാൻ പറ്റുമോ പെർഫോമൻസിലേക്ക്. പിന്നെ ഒരു വില്ലനായ നമ്മുടെ ഉള്ളിലുള്ള ആ ഒരു ഷാഡോ സൈഡ് ഉണ്ടല്ലോ, അത് മുഴുവൻ പുറത്തെടുക്കാൻ പറ്റുന്നൊരു സാധനം ആയതുകൊണ്ട് എന്തും ചെയ്യാം എന്നുള്ള ഒരു ഇതും കിട്ടാറുണ്ട് പലപ്പോഴും. ഭയങ്കര രസമാണ് വില്ലൻ ക്യാരക്ടേഴ്സ് ചെയ്യാൻ. കാരണം നമുക്ക് പല ടൈപ്പ് ക്യാരക്ടേഴ്സ് കിട്ടും. ഒരു നായകനായാലെങ്കിൽ മറ്റൊരു ഹീറോ ആവുമ്പോൾ നമുക്ക് ചില ടിക്ക് ബോക്സസ് നമുക്ക് കൊടുക്കണമല്ലോ ഫാൻസിന് വേണ്ടി ഇതിനൊക്കെ. പക്ഷെ ഒരു നെഗറ്റീവ് ക്യാരക്ടർ ചെയ്യുമ്പോൾ ആ ഒരു എക്സ്പെക്ടേഷൻ വേറെ രീതിയിലുള്ള ഒരു എക്സ്പെക്ടേഷൻ ആണ്. സോ ഐ തിങ്ക് ദാറ്റ്സ് വെരി ഫൺ. ഈ വൈൽഡ് വേൾഡിലേക്ക് പോകാൻ ഹൗ ഡു യു പ്രിപ്പയർ യുവർസെൽഫ്? വൈൽഡ് വേർഡോ? അതായത് ഏറ്റവും വൈൽഡ് ആയിട്ടുള്ള ഒരാളായിട്ട് എനിക്ക് തോന്നിയത് അതിനകത്ത്. ആ വേൾഡിലേക്ക് നമ്മൾ പോകണല്ലോ, നമ്മള് സൈക്കോ ആണ്. ഇപ്പൊ നോർമലി നമ്മള് ഇപ്പൊ ഫോർ ഇൻസ്റ്റൻസ് ഒരാള് ഒരു റോഡ് ആക്സിഡന്റ് നടക്കുമ്പോൾ നമ്മൾക്ക് അയ്യോ എന്ന് പറയുന്നത് ചിലപ്പോൾ സൈക്കോനെ അത് ഒരാൾ മരിക്കാൻ പോകുന്നു, ഒരാളുടെ ആത്മാവ് പുറത്തേക്ക് പോകുമ്പോൾ നൈസ് ആ ഒരു സാധനമായിരിക്കും. അയാള് ലിബറേറ്റ് ആവാൻ പോകുന്നതായിരിക്കും ചിലപ്പോൾ സൈക്കോ വിചാരിക്കുന്നുണ്ടാവുക. ഞാൻ സൈക്കോ ആണെങ്കിൽ ചിലപ്പോൾ അങ്ങനെ വിചാരിക്കുന്നുണ്ടാവുക. വിശാഖ അങ്ങനെ പ്രിപ്പയർ ചെയ്യുന്നുണ്ടോ? അതിന് പ്രിപ്പയർ ചെയ്യാൻ എനിക്ക് ഐ ഫീൽ ഒരു സെൻസ് ഓഫ് ഹ്യൂമർ വേണം.
അങ്ങനെ ഒരു സെൻസ് ഓഫ് ഹ്യൂമർ ഇല്ലെങ്കിൽ ഇങ്ങനത്തെ ഡാർക്ക് ക്യാരക്ടേഴ്സ് ആയിട്ട് നമുക്ക് എംപത്തൈസ് ചെയ്യാൻ പറ്റില്ല. നൈസ്. അപ്പോൾ എനിക്ക് 100% അയാളുടെ ഒരു ഇമോഷൻ ആയിട്ട് 100% എംപത്തൈസ് ചെയ്യാൻ പറ്റില്ലല്ലോ. പക്ഷെ എൻ്റെ ഈശ്വര ഇങ്ങനത്തെ മനുഷ്യന്മാരുണ്ടല്ലോ ഈശ്വര എന്ന് പറഞ്ഞ് when you start playing on that. അപ്പോൾ ആ ഒരു എന്താ പറയുക, ട്രീറ്റഡ് ലൈക്ക് ഒരു നമ്മൾ തിയേറ്ററിൽ ക്ലൗണിങ് എന്ന് പറയുന്ന ഒരു സാധനം ചെയ്യും. അപ്പോൾ ഒരു മാസ്ക് ഇട്ടാൽ നമ്മൾ ആ ഒരു ക്യാരക്ടറായി മാറുന്നു എന്നുള്ളൊരു സാധനം ഫിസിക്കാലിറ്റിയിൽ കൊണ്ടുവരാൻ പറ്റുന്ന ഒരു ടെക്നീക്കാണ് ഈ ക്ലൗണിങ്. അപ്പോൾ ഈ നെഗറ്റീവ് ക്യാരക്ടേഴ്സ് ചെയ്യുമ്പോൾ യു കനോട്ട് ബി വിഷാക്ക് അവിടെ. അതിൽ നമ്മുടെ മൊറാലിറ്റി ഒന്നും അങ്ങോട്ട് കൊണ്ടുവരാൻ പറ്റില്ല. അപ്പോൾ അതിൽ നമ്മൾ ആ ഒരു ഫൺ അല്ലെങ്കിൽ ഒരു സെൻസ് ഓഫ് ഹ്യൂമർ ഇല്ലെങ്കിൽ നമുക്ക് ഒരിക്കലും അയാളായിട്ട് നമുക്കത് എംപത്തൈസ് ചെയ്യാനേ പറ്റില്ല. കാരണം ഹ്യൂമറിൽ അതാണല്ലോ, ഹ്യൂമർ നമ്മൾ ഒഫെൻസീവ് ആയിട്ടുള്ള കാര്യങ്ങൾ പറഞ്ഞാലും നമുക്ക് ഒരു പരിധി വരെ, എസ്പെഷ്യലി ഇന്നത്തെ കാലത്ത് ഒരു പരിധി വരെ നമുക്കത് ദഹിക്കാൻ പറ്റും. സോ ഐ തിങ്ക് ഫോർ എ നെഗറ്റീവ് ക്യാരക്ടർ നല്ല വില്ലൻസ് എപ്പോഴും നല്ല കൊമീഡിയൻസോ ആയിട്ടുള്ള ഒരു കണക്ഷൻ ഉള്ളതായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്. കാരണം ആ ഒരു എക്സെൻട്രിസിറ്റി ഫിസിക്കാലിറ്റിയിലും കൊണ്ടുവരണമെങ്കിൽ കുറച്ച് ആ ഒരു ഫിസിക്കൽ സാധനം വേണം. ഐ തിങ്ക് എന്തോ കണക്ഷൻ ഉണ്ടെന്ന് തോന്നുന്നു. മറ്റേ ഇയാൾ പറഞ്ഞിട്ടുണ്ട്, ജോർഡൻ പീൽ എന്ന് പറഞ്ഞ ഡയറക്ടർ, മറ്റേ കോമഡി ആൻഡ് ഹൊറർ അത് സെയിം എന്ന് പുള്ളി പറഞ്ഞിട്ടുണ്ട്. ടൈമിംഗ് ആണല്ല. അപ്പോൾ ഐ തിങ്ക് ആ സെൻസ് ഓഫ് ഹ്യൂമർ ഹെൽപ്സ്. രണ്ടും ഒരു തിൻ ലൈൻ ആണല്ലോ. തിൻ ലൈനാണ്. ഒരു പോയിന്റ് കഴിഞ്ഞിട്ട് ഇവനല്ലേ തോന്നിയാലും തീർന്നു. മറ്റേതൊരു പോയിന്റ് ക്രോസ് ചളിയായി. അപ്പോൾ ആ ഒരു ലൈൻ കണ്ടുപിടിച്ച് പോവുക അത് ഭയങ്കര രസമാണ്. പക്ഷേ ഈ ഒരു ക്യാരക്ടറിന് ഇയാളൊരു ഹെവി ഡ്രഗ് യൂസറാണ്. ഞാൻ ആദ്യമായിട്ടാണ് ഒരു ഡ്രഗി ക്യാരക്ടർ പ്ലേ ചെയ്യുന്നത്. അപ്പോൾ അതിനെക്കുറിച്ച് കുറേ റീസെർച്ച് ചെയ്തു, സബ്സ്റ്റൻസ് അബ്യൂസിനെ കുറിച്ചും. പിന്നെ ഈ പറഞ്ഞ കുറച്ച് ഉണ്ടാകുമ്പോൾ എന്തൊക്കെയാണ് ഫിസിയോളജിക്ക്, ഇപ്പോൾ കുറേ നമ്മൾ സ്നോട്ട് ചെയ്യുക അല്ലെങ്കിൽ ചെയ്യുമ്പോൾ ഇവിടത്തേക്ക് തൊലി പോവും, കുറെ നമ്മൾ ഇവിടെ റബ് ചെയ്യുമ്പോൾ ഇതൊക്കെ നമ്പായിരിക്കും, അടിയില്ല തൊലി ഉണ്ടാവില്ല. അപ്പോൾ ഹാൻഡ്സ് വെക്കുന്ന ആൾക്കാർക്ക് ഇവിടെ മുറിഞ്ഞിട്ടുണ്ടാവും എന്നൊക്കെ പറയുന്ന പോലെ. അതൊക്കെ മനസ്സിൽ വെക്കുമ്പോൾ നമുക്ക് ഓട്ടോമാറ്റിക്കലി ഈ പറഞ്ഞ മാനറിസംസ് ഒക്കെ വരാൻ തുടങ്ങും. ഇടയ്ക്കുള്ള ഈ വലിയാണെങ്കിലും അതെ, ഇപ്പം ഇങ്ങനെ ചെയ്യുന്ന സാധനമാണെങ്കിലും അതെ. അപ്പോൾ അതൊക്കെ ഇപ്പം എനിക്ക് പേഴ്സണലി ആസ് ആൻ ആക്ടർ ഈ outside in works. Once I get the physicality and the mask correct, then മറ്റേ ഇമോഷൻസ് അതിനുശേഷം സംഭവിക്കും എന്ന് വിശ്വസിക്കുന്ന ഒരു ആക്ടറാണ്. അപ്പോൾ ഐ തിങ്ക് ദാറ്റ് വാസ് മൈ അപ്രോച്ച്. ഇപ്പം വില്ലൻസ് ഓവർ ദ ടൈം ഇപ്പം പ്രോപ്പർ വില്ലൻ ആരാ, അയാൾ സൈക്കോ ആണോ എന്നുള്ളത് ഭയങ്കര കൺഫ്യൂഷൻ ആയിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പൊ സൈക്കോ ആണ്, എല്ലാ വില്ലന്മാരും ബൈ ഡിഫോൾട്ട് സൈക്കോ ആണ്. പക്ഷെ അങ്ങനെ എപ്പോഴും നടക്കണില്ലല്ലോ, അങ്ങനെ അല്ലല്ലോ നമ്മൾ ഗബ്ബർ സിംഗ് വാസ് നോട്ട് എ സൈക്കോ. ഐ ബിലീവ് ഗബ്ബർ സിംഗ് വാസ് നോട്ട് എ സൈക്കോ. അല്ല, ഐ ഡോണ്ട് തിങ്ക് ക്രിസ്റ്റി ഈസ് എ സൈക്കോ. എന്റെ മനസ്സിൽ ക്രിസ്റ്റി ഒരു സൈക്കോ അല്ല. പടം കണ്ടവർക്ക് അറിയാം, ആ പടത്തിൽ ഇയാൾക്കൊരു വ്യക്തമായ ഒരു ഗ്രാഫ് ഉണ്ട്. ഇൻ ദ സെൻസ് ഒരു പോയിന്റിന് ശേഷമാണ് ഈ പറഞ്ഞ പോലെ അയാൾ ഫ്ലിപ്പ് ആവുന്നത്. ആള് ഏറ്റവും അധികം സ്നേഹിക്കുന്ന ഒരാളെ ഹീറോ അറിയാണ്ട് കൊല്ലുമ്പോഴാണ് ഇയാൾ ട്രിഗർ ആവുന്നത്. ഫ്രം ദെൻ ഓൺ അത്രയും നേരം ഭയങ്കര കാൽക്കുലേറ്റഡ് ആയിട്ട് കണ്ണിങ് ആയിട്ട് പ്ലേ ചെയ്തുകൊണ്ടിരുന്ന ആൾ അവിടെയാണ് പിന്നെ ഫ്ലിപ്പായിട്ട് ഇനിയിപ്പോൾ സ്ക്രൂ ഇറ്റ്, എന്ത് വില കൊടുത്താണെങ്കിലും അയാളെ ഞാൻ തട്ടിക്കളയും അല്ലെങ്കിൽ എല്ലാവരും നമ്മൾ തട്ടിക്കളയും എന്നുള്ള രീതിയിൽ എക്സ്ട്രീം ആവുന്നത്. ആ ഒരു ഗ്രാഫ് ഉണ്ട്. ആൻഡ് ദാറ്റ് ഈസ് ഓൾസോ ഡ്രിവൻ ബൈ ഹിസ് ഡ്രഗ് യൂസ്. അത്രയും പെയിൻ ഹാൻഡിൽ ചെയ്യാൻ പറ്റാത്തതുകൊണ്ട് പുള്ളി ഡ്രഗ്സ് അടിച്ച് കയറ്റിയാണ്, മോസ്റ്റ്ലി മെത്ത് ആൻഡ് കോക്കുമാണ്. അപ്പോൾ ആ എനർജിയും ഈ ഇതുമാണ് വേറെയാണ് ഫുള്ള്. അപ്പോൾ ഐ don't think he's a psycho. പുള്ളി ഒരു സോഷ്യോപാത്ത് ആണ്, ഓഫ് കോഴ്സ്, ബിക്കോസ് ഒരു ക്രിമിനൽ ആണ്. പക്ഷെ ഒരു സൈക്കോപാത്ത് ആണെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം ഒരു സൈക്കോപാത്തിന് ഒരാളെ സ്നേഹിക്കാൻ പറ്റില്ല. ഹി കൻ നോട്ട് എംപത്തൈസ്. ക്രിസ്റ്റി ഈസ് എ ഹ്യൂമൻ ബീങ്, ഹി ക്യാൻ എംപത്തൈസ്. ഇതിൽ ഞങ്ങളുടെ ആ ഒരു ഗ്യാങ് തമ്മിൽ ഒരു ഡൈനാമിക്സ് ഉണ്ട്, ഒരു റിലേഷൻ ഉണ്ട്, ഒരു ഹയറാർക്കി ഉണ്ട്. ആൻഡ് വി ആർ ഓൾസോ ഫ്രണ്ട്സ്. അപ്പോൾ ആ ഒരു കോമറാഡറി ആൻഡ് ഹയറാർക്കി അമംഗ്സ് ദാറ്റ് ഗ്യാങ് അത് ഒരു സൈക്കോപാത്തിന് ഒരിക്കലും മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റുന്ന കാര്യമല്ല. ഇപ്പോൾ വില്ലന്മാർ കാണിക്കുന്നതിൽ വയലൻസ് ആണ്. അതിലിപ്പോൾ ആക്ടേഴ്സിന് എത്രമാത്രം ചെയ്യാൻ പറ്റുമെന്ന് എനിക്കറിയില്ല. ഇറ്റ്സ് മോർ ഓൺ ദ ക്രിയേറ്റീവ് സൈഡ്. പക്ഷെ അതിപ്പോൾ ഭയങ്കരമായിട്ട് ചർച്ചയിൽ വരുന്ന ഒരു ഏരിയ വയലൻസ് കുട്ടികളിൽ ഉണ്ടാക്കുന്ന ഇൻഫ്ലുവൻസ്. ഞാൻ അതിനെ പറ്റിയിട്ടൊരു ഇന്റർവ്യൂ തന്നെ സൈക്കോളജിസ്റ്റ് ആയിട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. കാരണം എൻ്റെ കാഴ്ചയിൽ, അല്ലെങ്കിൽ ഞാൻ മീഡിയയിൽ വന്നിട്ട് ഇപ്പോൾ ഏകദേശം 8 വർഷമായിട്ടുണ്ടാവും. അപ്പോൾ എൻ്റെ ഒരു അനുഭവത്തിൽ ഈ ഒരു വർഷം, ഐ മീൻ കഴിഞ്ഞ വർഷം തൊട്ട് ഈ വർഷം അത് കുറേ അധികം വാർത്തയിൽ കാണുന്നു. ഇപ്പം ബസ്സിനകത്ത് കത്തിക്കുത്ത്, പ്രിൻസിപ്പളിനെ ഭീഷണിപ്പെടുത്തുന്നു, മറ്റേ റാഗിങ് കാരണം മുകളിൽ നിന്ന് എടുത്ത് ചാടുന്നു, ഏറ്റവും ക്രൂരമായ രീതിയിൽ റാഗ് ചെയ്യുന്നു. നമുക്കറിയാം, നമ്മൾ എത്രയോ കണ്ടുപോകുന്നു. ഇതിനൊക്കെ അറിഞ്ഞോ അറിയാതെയോ കാരണമാവുന്നത് സിനിമയിലെ വയലൻസ് ആണ് എന്നുള്ളതിന് ആണ് സൈക്കോളജിസ്റ്റുകൾ പറയുന്ന ഒരു കാര്യം. കാരണം കുട്ടികൾ എന്താണോ അവർ കാണുന്നത് അത് അനുകരിക്കുന്ന പറയുന്നത്. അപ്പം കില്ലുണ്ട്, നമുക്ക് മറ്റേ ക്ലോസറ്റിലേക്ക് തലയിടിച്ചിട്ടാണ് ഒരു പ്രതിയോഗിയെ കൊല്ലുന്നത്. അനിമലില് മഴ എടുത്ത് നെഞ്ഞിൽ ആഞ്ഞ് കുത്തി ചുമരിലേക്ക് ചാർത്തി വെച്ചിരിക്കുകയാണ്. ജയിലറിൽ ഒന്ന് പറഞ്ഞാൽ രണ്ടിന് കഴുത്തുകെട്ടാണ്. മാർക്കോയിൽ ചെവി കടിച്ചു വിറയ്ക്കുന്ന നായകനാണ്. ഈ ഇവോൾവിംഗ് പ്രോസസ് കുട്ടികളെ എഫക്ട് ചെയ്യണ്ടോ? വിശാഖൻ എന്നെ എഫക്ട് ചെയ്തിട്ടുണ്ട്. ഞാൻ ചെറുപ്പത്തിലെ ഏറ്റവും കൂടുതൽ എൻജോയ് ചെയ്തിരുന്ന പടങ്ങൾ ആക്ഷൻ ഫിലിംസ് ആയിരുന്നു. അപ്പോൾ ഞാൻ കണ്ട ആക്ഷൻ ഫിലിംസ് എൻ്റെ ബ്രദറിൻ്റെ കൂടെ വീട്ടിൽ ഷൂട്ട് ചെയ്താണ് ഞാൻ ഈ പറഞ്ഞ
സിനിമ എന്നുള്ള ഒരു സാധനത്തിലേക്ക് തിരിഞ്ഞു തുടങ്ങിയത്. ദാറ്റ് വാസ് മൈ ഫസ്റ്റ് ടേസ്റ്റ് ഓഫ് മേക്കിംഗ് എ ഫിലിം. ഓക്കെ. അപ്പോൾ അന്ന് എനിക്ക് ഓക്കെ ടൈറ്റാനിക് കാണും, പക്ഷേ മലയാളം സിനിമകളിൽ ഏതിപ്പോൾ കോമഡി ഫിലിം കണ്ടാലും ഓക്കെ അതൊക്കെ എൻജോയ് ചെയ്യാൻ പറ്റുന്നുണ്ട്. പക്ഷേ ഒരു ആക്ഷൻ ഫിലിം കാണുമ്പോൾ എനിക്ക് ഏറ്റവും കൂടുതൽ അത് ചെയ്യാം അല്ലെങ്കിൽ അത് റീക്രിയേറ്റ് ചെയ്യാൻ തോന്നുന്ന ഒരു സാധനമാണ്, റൈറ്റ്? പക്ഷെ അന്ന് ഫോർ സം റീസൺ ആ ഒരു എന്താ പറയുക 10, 12, 13 വയസ്സ് ഉള്ള എനിക്ക് ദർ വാസ് എ ഡിഫറൻസ് ബിറ്റ്വീൻ ഇത് സിനിമയാണ് ആൻഡ് റിയാലിറ്റി വേറെയാണ് എന്നുള്ള ഒരു അണ്ടർസ്റ്റാൻഡിങ് ഉണ്ടായിരുന്നു. ബട്ട് ഇന്ന് ഐ ഫീൽ ഇറ്റ്സ് നോട്ട് ജസ്റ്റ് സിനിമ. ഞാനും ആണെങ്കിലും ബ്രോ ആണെങ്കിലും എല്ലാവരും നമ്മളെല്ലാവരും വി ആർ ഓവർലോഡഡ് വിത്ത് ഇൻഫർമേഷൻ അല്ലേ? ട്രൂ. രാവിലെ എണീക്കുമ്പോൾ തൊട്ട് രാത്രി കിടക്കുന്നവരെ നമുക്ക് നമ്മുടെ ഫോണിൽ എന്തൊക്കെ കാണുന്നുണ്ട്. ആന ആൾക്കാരെ കുത്തിക്കൊല്ലുന്നതും മറ്റേ കഴുത്തുനിന്ന് മാല മോഷ്ടിച്ചുകൊണ്ട് പോകുന്നതും എന്തൊക്കെ വയലൻറ്റ് ആൻഡ് വൈൽഡ്. പിന്നാൾ കണ്ടു ഇപ്പോൾ ഏതോ റെയിൽവേ സ്റ്റേഷൻ ഐ തിങ്ക് ബിഹാർ ആൾക്കാർ മറ്റേ കല്ലെറിഞ്ഞ് AC കമ്പാർട്ട്മെന്റിലേക്ക് അടിച്ച് കയറി വയലൻ്റ് ആയിട്ടുള്ള അവിടെ ബിഹേവ് ചെയ്യുന്ന. അപ്പോൾ ടു സേ ഓൾ ഓഫ് ദാറ്റ് ഇസ് ബിക്കോസ് ഓഫ് സിനിമ, ഐ ഡോണ്ട് അഗ്രി. അതൊരു എക്സ്ക്യൂസ് ഞാൻ പറയാം, ഇറ്റ്സ് എ റീസൺ, ബട്ട് ഐ ഡോണ്ട് തിങ്ക് അത് മാത്രമാണ് എന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. ഇപ്പോൾ ഈ സോഷ്യൽ മീഡിയയിലൂടെ നമ്മൾ കൺസ്യൂം ചെയ്യുന്ന കോണ്ടന്റ് അത്രയും അധികമാണ്. ഇപ്പോൾ എൻ്റെ ഫ്രണ്ട്സും ഫാമിലിയും ഭയങ്കര സ്ട്രോങ് ആയിട്ട് ബിലീവ് ചെയ്യുന്ന ഒരു കാര്യമാണ്. ഒരു പ്രായം വരെ നമ്മളിപ്പോൾ എസ്പെഷ്യലി ഫുഡ് കഴിക്കാനൊക്കെ ഇരിക്കുമ്പോൾ പിള്ളേരെ ഫോൺ കൊടുത്ത് നമ്മൾ ഫുഡ് കൊടുക്കുന്ന പരിപാടി ഉണ്ടല്ലോ. യു ആർ ട്രെയിനിങ് ദം ഫോർ ദാറ്റ് ഡോപ്പമീൻ റഷ്. പിന്നെ അവർ അതിൽ കാണുന്ന എന്താണോ അത് അത്രയും അബ്സോർബ് ചെയ്തുകൊണ്ടിരിക്കും. അപ്പോൾ ഒരു സോഷ്യൽ മീഡിയ ആൻഡ് ഇൻഫർമേഷൻ ഓവർലോഡ് അതിൽ നിന്ന് വരുന്ന ഒരു സാധനം ഒരു വലിയ ഫാക്ടർ തന്നെയാണ്. അതിൽ നിന്നും ഈ പറഞ്ഞ അറ്റൻഷൻ സ്പാൻ കുറയുന്നു. അറ്റൻഷൻ സ്പാൻ കുറയുമ്പോൾ നമുക്ക് പെട്ടെന്ന് ഇമ്പൾസീവായിട്ട് റിയാക്ട് ചെയ്യാനുള്ള ബിഹേവിയറൽ ടെൻഡൻസീസ് കൂടും. ഞാൻ സൈക്കോളജിസ്റ്റ് ആയിട്ട് പറയില്ല, ഐ മീൻ നമ്മൾ വായിച്ചും കേട്ടും പിള്ളേരിൽ കണ്ടും മനസ്സിലാക്കിയ കാര്യങ്ങളാണ്. ഇംപേഷ്യൻ്റ് ആണ് എസ്പെഷ്യലി കിഡ്സ്. അവർക്ക് ഈ പറഞ്ഞ അവർക്കൊരു സിനിമയിൽ നിന്ന് കാണാൻ പറ്റില്ല. ഞാൻ എൻ്റെ കസിനെ ലയൺ കിങ് ഇട്ട് കൊടുത്തു. ഒരു 5 വയസ്സുള്ള കുട്ടിയാണ് ലയൺ കിങ് ഇട്ട് കൊടുത്തു. കാർട്ടൂണല്ല, ഇരുന്ന് കണ്ടോന്ന് പറഞ്ഞു. അവന് അത് പറ്റിയില്ല. അവനപ്പം തന്നെ കട്ടിയുടെ മിസ്റ്റർ ബീസ്റ്റ് കാണും. യൂട്യൂബിലുള്ള ഈ പറഞ്ഞ മിസ്റ്റർ ബീസ്റ്റോ അല്ലെങ്കിൽ അങ്ങനത്തെ മറ്റേത് ഒരു ബേബി ഷാർക്ക് എന്നുള്ള സാധനം, അങ്ങനത്തെ ഷോർട്ട് ഫോം കോണ്ടന്റ് ആണ് അവർക്ക് വേണ്ടത്. അപ്പോൾ ഈ വയലൻസ് ഐ തിങ്ക് ഇസ് ബിക്കോസ് അത് ആർട്ടിസ്റ്റിക് വയലൻസ് വേറെയാണ് സിനിമയിൽ കാണിക്കുന്ന ഒരു സാധനം. ഇപ്പോൾ ഞാനും എല്ലാവരും റെസ്പെക്ട് ചെയ്യുന്ന ഒരു ഡയറക്ടറാണ് ടാരന്റീനോ അല്ലെങ്കിൽ സ്കോർസെസി, അല്ലെങ്കിൽ നമ്മുടെ ഇന്ത്യൻ ഇൻഡസ്ട്രിയിലാണെങ്കിൽ പോലും ഈവൻ വാങ്കറെഡ്ഡി പുള്ളി അതിൽ കാണിച്ചാൽ അതിലൊരു ബ്യൂട്ടി ഉണ്ടല്ലോ. ഇപ്പൊ ഈവൻ കുറുസാവ എന്ന് പറയുന്ന മച്ചാനാണെങ്കിൽ പോലും വയലൻസിൽ ബ്യൂട്ടി കണ്ടുപിടിച്ചൊരു ഒരാളാണല്ലോ. അപ്പോൾ വയലൻസിൽ ഇറ്റ് ഇസ് പോയറ്റിക്. ദർ ഇസ് പോയട്രി ഇൻ ലൈഫ് ആൻഡ് ഡെത്ത്. വയലൻസ് അതിനൊരു മീഡിയമാണ്. അങ്ങനെ മനസ്സിലാക്കി അതൊരു കലയുടെ ഒരു ഭാഗമായിട്ട് കാണാൻ പറ്റുവാണെങ്കിൽ ഇറ്റ്സ് ഓക്കെ. പക്ഷേ ഐ ഫീൽ റേറ്റിംഗ് സിസ്റ്റം ഇവിടെ എവിടെയാണ്? ഇപ്പോൾ റേറ്റഡ് പടങ്ങളിൽ പിള്ളേർ കയറുന്നില്ലേ? പിന്നെ അത് തിയേറ്റേഴ്സ് ഉറപ്പ് വരുത്തേണ്ട കാര്യമല്ലേ? UA എന്ന് പറയുമ്പോൾ പേരൻസിനും കൂടെ അല്ലാണ്ട് പടം കാണാൻ പോകാൻ പാടില്ല. വൈ ആർ ചിൽഡ്രൻ ഗോയിങ് ആൻഡ് വാച്ചിങ്? അപ്പോൾ ഇതിൽ ജസ്റ്റ് സിനിമാക്കാർ മാത്രം ഇങ്ങനെ ഉണ്ടാക്കാൻ പാടില്ല എന്ന് ഐ ഡോണ്ട് തിങ്ക് ദ പ്രോബ്ലം എൻസ് ദാറ്റ്. ഇതൊരു കുറച്ചും കൂടെ വലിയൊരു പ്രശ്നമായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. ഇപ്പോൾ ഈ ആൻറ്റഗോണിസ്റ്റിൻ്റെ അടുത്ത് ഈ ആക്ടേഴ്സ് അവർക്ക് ആ ക്യാരക്ടറിന് കിട്ടുമ്പോൾ അവരുടേതായിട്ടുള്ള ഒരു ഇംപ്രവൈസേഷൻ വലിയ രീതിയിൽ മാറ്റങ്ങൾ ഉണ്ടാക്കാം. ഇപ്പം ഏക് വില്ലൻ അത് ഹ്യൂജ്ലി ഇൻസ്പയർഡ് ബൈ ഐ സോ ദ ഡെവിലാണ്. എന്നാൽ പോലും അതിനകത്ത് ദേശ്മുഖ് ചെയ്തിട്ടുള്ള ഒരു കാര്യം എനിക്ക് ഭയങ്കര ഇഷ്ടമായത്, ഹീ സ്ലീപ്പ് വിത്ത് ദ ഡെഡ് ബോഡീസ്. രസമായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത്. കുറച്ചു നേരം അവരോട് ഇരുന്ന് സംസാരിച്ച് അയാളുടെ ഭാര്യയോട് എന്താണോ പറയാൻ പറ്റാതെ പോകുന്നത് അതൊക്കെ ആ ഡെഡ് ബോഡീസിനോട് കൺവേ ചെയ്തിട്ടാണ് അയാൾ തിരിച്ചു വരിക. അത് അയാളുടെ ടേക്കാണ്, അയാളുടെ കാര്യമാണ്. സ്പൈഡർ എടുത്ത് നോക്കുകയാണെങ്കിൽ ആ സിബ് ഇങ്ങനെ ചെയ്യുന്നത് S.J. സൂര്യാസ് ടേക്ക്. അങ്ങനെ എംപ്രവൈസ് ചെയ്യാനൊക്കെ സ്പേസ് ഉണ്ടായിരുന്നു ഓഫീസുകളിൽ തന്നെ നല്ല സ്പേസ് കിട്ടിയിട്ടുണ്ടായിരുന്നു. ഐ തിങ്ക് ഈ പറയുന്ന കാര്യങ്ങളൊക്കെ ഈ പറഞ്ഞ ഫിസിക്കാലിറ്റിയും മാനറിസംസും ആ ക്യാരക്ടറിന്റെ ഔട്ട്വേർഡ് അപ്പിയറൻസിലാണ് ഒരു ആക്ടറിന് ഇങ്ങനത്തെ എസ്പെഷ്യലി വില്ലനാകുമ്പോൾ ചെയ്യാൻ പറ്റുന്നത്. ബ്രോ പറഞ്ഞ എക്സാമ്പിൾസ് ഒക്കെ അങ്ങനത്തെ ആ ഒരു കാറ്റഗറിയിൽ പെടുന്നതാണ്. അപ്പോൾ ഇതിൽ എസ്പെഷ്യലി ഭയങ്കരമായിട്ട് അതിനൊരു സ്പേസ് കിട്ടി. ഐ തിങ്ക് അത് ക്രെഡിറ്റ് ഗോസ് ടു മാർട്ടിൻ ചേട്ടൻ, ടു ജിത്തു ഏട്ടൻ, റോബി ചേട്ടൻ. അവരാണുള്ളൊരു സ്പേസ് ഒരുക്കി തന്നു. ആൻഡ് ഓഫ് കോഴ്സ് കൂടെ അഭിനയിച്ച നമ്മുടെ ഒരു ഗ്യാങ് ഓഫ് പുതിയ ആക്ടേഴ്സും ഉണ്ട്. വിഷ്ണുവിനെയൊക്കെ കണ്ടിട്ടുണ്ട്. അപ്പോൾ അവരും ഭയങ്കര രസമുള്ളൊരു ടീമായിരുന്നു. അപ്പോൾ ആ ഗിവ് ആൻഡ് ടേക്ക് ഭയങ്കര രസമായിരുന്നു. അപ്പോൾ നോട്ട് ജസ്റ്റ് മീ ബട്ട് ഞങ്ങൾക്ക് ഒരു സീൻ വരുമ്പോൾ അത് ഇരുന്ന് അതിനെ ഒന്ന് എലിവേറ്റ് ചെയ്യാൻ ശ്രമിക്കണമെങ്കിൽ അത്രയും എന്താ പറയുക കേപ്പബിളും ഇൻട്രസ്റ്റ് ആയിട്ടുള്ള ആക്ടേഴ്സും കൂടെ വേണമല്ലോ. അപ്പോൾ ആ ഒരു പ്രോസസ്സ് ഭയങ്കര രസമായിരുന്നു. അപ്പോൾ ഈ മൊത്തമാണ് ഭയങ്കര. ഞാൻ ആദ്യം ഈ ഷാഹിദ് കബീറിൻ്റെ എഴുതുന്ന സിനിമ എന്നൊക്കെ പറഞ്ഞപ്പോൾ ഓക്കെ ശരി ഇയാൾ ഭയങ്കര വലിയ നാഷണൽ വിന്നറാണ്, ഭയങ്കര സാഹിത്യകാരനായിരിക്കും എന്നൊക്കെ വിചാരിച്ചാണ് പുള്ളി മീറ്റ് ചെയ്യുന്നത്. പക്ഷെ മീറ്റ് ചെയ്തപ്പോൾ തന്നെ ഭയങ്കര ഒരു ഡൗൺ ടു എർത്ത് സിമ്പിൾ മനുഷ്യൻ. എന്നാൽ സ്പീക്കിംഗ് പുള്ളിയുടെ മനസ്സിൽ വേറെ കുറേ കഥകളും ഉണ്ട്. ഇൻവെസ്റ്റിഗേറ്റീവ് അല്ലെങ്കിൽ പോലീസ് അല്ലെങ്കിൽ ഈ ക്രൈം ഡ്രാമ ജോൺറ
വിട്ട് വേറെ കുറേ സബ്ജക്ട്സ് ഉണ്ട്, സാധാരണ മനുഷ്യന്റെ ഇമോഷനെ ടച്ച് ചെയ്യുന്ന ഒരുപാട് സാധനങ്ങളുണ്ട്. അപ്പോൾ പുള്ളിക്ക് അത് ചെയ്യണം എന്നുള്ള ഒരു എക്സൈറ്റ്മെന്റ് ഉണ്ട്. നോട്ട് ദാറ്റ് ഈസ് നോട്ട് ഹാപ്പി നോ, പക്ഷെ അങ്ങനത്തെ സബ്ജക്ട്സിലോട്ടും അതൊക്കെ എത്തണം എന്നൊക്കെ ഞങ്ങൾ ഈയിടെ സംസാരിച്ചു. സ്ക്രിപ്റ്റിൽ എനിക്ക് കോമൺ ആയിട്ട് തോന്നിയിട്ടുള്ള കാര്യം റിലേറ്റ് ചെയ്യാൻ പറ്റിയ ഒരു എലമെന്റ് ഈസ് വൾണറബിലിറ്റി ആണ്. ഇപ്പോൾ ജോസഫിൽ അയാള് പ്രശ്നത്തിലാവുന്നുണ്ട്, ഇലവിഴ പൂഞ്ചിറയിൽ അയാളുടെ പ്രശ്നത്തിന്റെ അളവ് നമുക്കറിയാം, നായാട്ടിൽ അവർ പെട്ടുപോകുന്ന ഒരു അവസ്ഥ നമുക്കറിയാം. നമുക്ക് അവരായിട്ട് പെട്ടെന്ന് റിലേറ്റ് ചെയ്യാൻ പറ്റും. ആൻഡ് ഇതിലൊക്കെ എന്താണെന്ന് വെച്ചാൽ നമ്മളിപ്പോഴും ഭയങ്കര പവർഫുൾ ആയിട്ട് കരുതുന്ന ആൾക്കാരാണ് പോലീസ്. ബൈ ഡിഫോൾട്ട് അവർ ഭയങ്കര പവർഫുൾ, അവർ ഭയങ്കര കാപ്പബിൾ ആണ് നമ്മൾ വിചാരിക്കുന്നത്, നമ്മുടെ തോട്ട് പ്രോസസ്സിന് കുഴപ്പമായിരിക്കും. പക്ഷെ അവരെ വൾണറബിൾ ആയിട്ട് ഇവിടെ കാണിക്കുന്നത് എല്ലാ സ്ഥലത്തും. ഓഫീസറിൽ അങ്ങനെ ഒരു അവസ്ഥയുണ്ടോ? ഡെഫിനറ്റ്ലി. ഇപ്പൊ ചാക്കോച്ചന്റെ ക്യാരക്ടർ എടുത്ത് നോക്കുവാണെങ്കിൽ ഷൈക്കയുടെ സ്ക്രിപ്റ്റ്സിലൊക്കെ നായകന്മാരൊക്കെ ഗ്രേ ക്യാരക്ടേഴ്സ് ആണ് അല്ലേ? പോലീസുകാര് ഓക്കെ ദേ ഹാവ് ടു ബി പെർഫെക്റ്റ്, അല്ലെങ്കിൽ ശ്രീരാമനല്ല, അതല്ല. അവര് ഗ്രേ ക്യാരക്ടേഴ്സ് ആണ്. കാരണം അവർ അത്രയും ഡിസ്റ്റർബ്ഡ് ആവാൻ കാരണമുണ്ടല്ലോ. ഡെയിലി അവരെന്തൊക്കെയാണ് കാണുന്നത്, അത്രയും ക്രൈംസ് കാണുന്ന ഒരു വ്യക്തിയാകുമ്പോൾ അത്രയും ഡിസ്റ്റർബ്ഡ് ആവും, പേഴ്സണൽ ലൈഫിനെ എഫക്ട് ചെയ്യും. അത് ശരിക്കും മനസ്സിലാക്കുന്ന ഒരു റൈറ്ററിന് മാത്രം അങ്ങനെ എഴുതാൻ പറ്റുള്ളൂ, അല്ലെങ്കിൽ അത് കുറച്ച് പ്രിറ്റൻഷ്യസ് ആയി പോകും. അപ്പോൾ ഇതിൽ ഓഫ് കോഴ്സ് ചാക്കോച്ചൻ്റെ ക്യാരക്ടറിന് ഭയങ്കര ഒരു ഇൻട്രസ്റ്റിംഗ് ഒരു ഡെപ്ത് ഉള്ള ഒരു ഗ്രേ ക്യാരക്ടറാണ്. അതുപോലെ തന്നെ എൻ്റെനും ക്രിസ്റ്റിക്കും ഒരു എന്താ പറയുക, ജസ്റ്റ് ഒരു കാരിക്കേച്ചറിഷ് വില്ലൻ അല്ല, പുള്ളിക്കും ആ ഒരു ജസ്റ്റിഫിക്കേഷൻ ഉണ്ട്. അപ്പോൾ ആദ്യമായിട്ട് ഷായിഖിൻ്റെ അടുത്ത് കഥ പറയുമ്പോൾ എന്നെ ഏറ്റവും ഇൻട്രസ്റ്റ് ചെയ്ത കാര്യം അതായിരുന്നു. അതായത് വില്ലൻ്റെ സൈഡിലും ഒരു വളരെ സ്ട്രോങ് ജസ്റ്റിഫിക്കേഷൻ ഉണ്ട്, ജസ്റ്റ് സ്ട്രോങ് ഇസ് ദ ഹീറോസ്. അപ്പോൾ ഇവർ തമ്മിൽ കൂട്ടിമുട്ടുമ്പോൾ ഉണ്ടാവുന്ന ആ ഒരു സാധനം ഭയങ്കര എക്സൈറ്റിംഗ് ആയിട്ട് എനിക്ക് തോന്നി. വിശാഖ് ഈ ആക്ടറായിട്ട് നിൽക്കുന്ന സമയത്ത് ഈ ആളുകൾ പറയുന്ന കമ്പാരിസൺസ് ഉണ്ടല്ലോ. ഇപ്പോൾ ഉദാഹരണത്തിന് ഇപ്പോൾ ഒരു ആക്ടർ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണെന്ന് വെച്ചാൽ അപ്പോൾ അയാൾ എന്തെങ്കിലും നന്നായി ചെയ്താൽ പോലും അപ്പോൾ ആളുകൾ പറയും ഇതെന്താണ് ഇയാളിപ്പോൾ എന്ത് ഇത്ര കാര്യമായിട്ട് ചെയ്തു എന്നാണ് പറയുന്നത്. 26-ാം വയസ്സിലാണ് ശ്രീ മോഹൻലാൽ സൂപ്പർ സ്റ്റാർ ആവുന്നത്, രാജാവിൻ്റെ മകൻ ചെയ്തിട്ട് എന്നാണ് ഉടനെ ചിലപ്പോൾ വരുന്ന കമ്പാരിസൺ. കണ്ടിട്ടുണ്ടാവും അങ്ങനത്തെ മെസ്സേജസ്, അങ്ങനത്തെ ചർച്ചകളൊക്കെ. പ്രത്യേക സിനിമയിലാകുമ്പോൾ എപ്പോഴും ഇതിങ്ങനെ കമ്പയർ ചെയ്തുകൊണ്ടിരിക്കുകയാണല്ലോ. എപ്പോഴെങ്കിലും അങ്ങനെ കമ്പാരിസണിലൂടെ കടന്നു വന്നിട്ടുണ്ടോ വിശാഖിന്, അല്ലെങ്കിൽ കമ്പാരിസൺ ചെയ്തിട്ടുണ്ടോ വിശാഖ് സ്വയം? ഞാൻ സ്വയം ചെയ്തിട്ടുണ്ട്. ഈ പുറത്തുനിന്ന് വരുന്നതല്ലാണ്ട് ചുറ്റും നോക്കുമ്പോൾ നമ്മുടെ കൂടെ സ്റ്റാർട്ട് ചെയ്ത കുറേ ആക്ടേഴ്സ് കുറച്ചും കൂടെ നമ്മുടെ ഫാർ അഹെഡ് ആയിട്ട് നിൽക്കുമ്പോൾ ഞാൻ പലപ്പോഴും ആലോചിച്ചിട്ടുണ്ട്, എം ഐ ഗോയിങ് റോങ്, ഞാൻ എന്താ മാറ്റി പിടിക്കണ്ടേ, അല്ലെങ്കിൽ എന്നെ തന്നെ ഡൗട്ട് ചെയ്യുന്ന കുറേ മൊമെന്റ്സ് ഉണ്ടായിട്ടുണ്ട്. അത് ബ്രോനെ അറിയാലോ, എല്ലാവരും അത്രയും പറഞ്ഞല്ലേ. അല്ല, ഐ മീൻ ഐ എം വെരി ഹാപ്പി ഫോർ ദം. അല്ലെങ്കിൽ നമ്മൾ വന്നതിന് ശേഷം സിനിമയിലേക്ക് വന്ന ആക്ടേഴ്സ് ആണെങ്കിലും വെരി ഹാപ്പി ഫോർ ദം, ഇപ്പോഴും ഫ്രണ്ട്സ് ആണ്. അത് ഒരു ഭയങ്കര ഒരു എന്താ പറയുക, ഒരു ഡേഞ്ചറസ് സ്പേസ് ആയിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്. കാരണം ആ കമ്പാരിസൺ തുടങ്ങി ഒരിക്കലും അത് നിൽക്കില്ല. സ്വയം സംസാരിക്കുന്ന വിശാഖുണ്ടോ? ഭയങ്കരമായിട്ട് സെൽഫ് ക്രിറ്റിസൈസ് ചെയ്യുന്ന ഒരു വിശാഖുണ്ട്. അപ്പോൾ ആ വിശാഖിനെ ഷട്ടപ്പ് ചെയ്യാൻ വേണ്ടി ഞാൻ ചെയ്യുന്ന അപ്പം തന്നെ വിക്കിപീഡിയ അല്ലെങ്കിൽ ഗൂഗിൾ തുറന്നിട്ട് ആക്ടേഴ്സ് ഹൂ ബിക്കെയിം സ്റ്റാർസ് ലേറ്റ്, ആ ലിസ്റ്റ് വായിക്കുമ്പോൾ കുഴപ്പമില്ല, നല്ലൊരു മോർഗൻ ഫ്രീമാൻ, ഹാരിസൺ ഫോർഡ്, അമിതാഭ് ബച്ചൻ. അപ്പോ സത്യൻ എത്ര പേരുണ്ട്, കുഴപ്പമില്ല, വരാനുള്ള വന്നോളും എന്നുള്ളൊരു വിശ്വാസമുണ്ട്. എവിടെ പൊസിഷൻ ചെയ്യണം? യു സീ എ രഘുവരൻ ഇൻ യുവർസെൽഫ് ഓർ യു സീ അമിതാഭ് ബച്ചൻ ഇൻ യുവർസെൽഫ്? ഐ വാണ്ട് ടു സീ ഗുഡ് ആക്ടർ ഇൻ മൈ സെൽഫ്. ഇപ്പോൾ ഞാൻ കമ്പയർ ചെയ്യുമല്ലോ, അഗൈൻസ്റ്റ് ഓൺ കമ്പാരിസൺ, ബട്ട് ഐ റിയലി റെസ്പെക്ട് ഇപ്പോൾ വിജയ് സേതുപതി സാർ ചെയ്യുന്നത്. ഐ റിയലി റെസ്പെക്ട്. കാരണം പുള്ളി എല്ലാ ടൈപ്പുള്ള സാധനങ്ങളും പിടിക്കുന്നുണ്ട്. വൾണറബിൾ ആയിട്ടുള്ള ഒരു 96-ലെ ഒരു ക്യാരക്ടർ ആണെങ്കിലും ഭംഗിയായിട്ട് ചെയ്യുന്നുണ്ട്. അതേസമയത്ത് തന്നെ ഒരു മാസ് ആക്ഷൻ ഹീറോ, അതേസമയത്ത് ഒരു കൊടൂര വില്ലൻ. സോ ദാറ്റ് ഈസ് വാട്ട് ഐ ലൈക്ക് ടു സീ ഇൻ മൈ കരിയർ. എക്സാക്ട്ലി. അപ്പോൾ അത് എനിക്ക് അങ്ങനത്തെ ഒരു വേരിയഡ് ഫിൽമോഗ്രഫി ഉണ്ടായാൽ ദാറ്റ് ഇസ് സക്സസ് ടു മീ. കാരണം മറ്റത് പേഴ്സണലി എനിക്കത് വർക്ക് ആവുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അതെൻ്റെ ക്യാരക്ടർ ഡിഫെക്റ്റ് ആവാം. ഒരു ടെംപ്ലേറ്റ് പിടിച്ച് പോയാൽ ഒരിക്കൽ സംഭവിച്ചു, ഇനി അത് സംഭവിക്കരുത് എന്നുള്ള ഒരു ബോധപൂർവം ചെയ്യണമെന്നല്ലോ, അത് സിറ്റുവേഷനിൽ അങ്ങനെ ആയിപ്പോയതല്ലേ. പക്ഷെ ഇനി അത് ബോധപൂർവം നമ്മൾ അറിഞ്ഞു തുടങ്ങിയത് ഞാനൊരു സൈഡ് കിക്ക്, എന്നെ തമാശയ്ക്ക് വേണ്ടി വിളിക്കണേ, എനിക്കിതാ ചെയ്യേണ്ടത്, അതേത് പോയിന്റിലായിട്ട് എഫക്ട് ചെയ്യാൻ തുടങ്ങിയത് വെൻ നമുക്കൊരു ഇതിൽ നിന്നൊരു രസം കണ്ടെത്താൻ ഭയങ്കര ബുദ്ധിമുട്ട് തോന്നി തുടങ്ങിയപ്പോഴാണ് എനിക്കത് എഫക്ട് ചെയ്ത് തുടങ്ങിയത്. അല്ലാതെ സ്ക്രിപ്റ്റിൽ പ്രോമിനൻസ് ഇല്ലാണ്ടാവുമ്പോഴല്ല. സ്ക്രിപ്റ്റിൽ പ്രോമിനൻസ് ഇല്ല. ഇപ്പൊ സ്ക്രിപ്റ്റിൽ പ്രോമിനൻസ് ഒരു പ്രശ്നമായിരുന്നെങ്കിൽ ഐ വുഡന്റ് ഹാവ് ഡൺ ഒരു ഡിയർ ഫ്രണ്ട്, ഐ വുഡന്റ് ഹാവ് ഡൺ ഹൃദയം. ദാറ്റ്സ് ബിക്കോസ് എനിക്ക് ആ പടത്തിൽ വിശ്വാസമുണ്ട്, അല്ലെങ്കിൽ എനിക്ക് വിനീതനോട് വർക്ക് ചെയ്യാൻ ആഗ്രഹം ഉണ്ടായിരുന്നു. അല്ലെങ്കിൽ മറ്റേതിപ്പോൾ വിളിച്ചത് ഷൈജുക്കെയും സമീർക്കെയും ടീമിൽ നിന്നാണ് വിളിക്കുന്നത്. അപ്പോൾ ഒബ്വിയസ്ലി നമ്മൾ അവരോട് വർക്ക് ചെയ്യാൻ ആഗ്രഹിക്കും.
അപ്പം അതല്ല, ദ പ്രോബ്ലം വാസ് ദറ്റ് എന്നെ ആസ് എൻ ആക്ടർ എക്സൈറ്റ് ചെയ്യണ്ടായിരുന്നില്ല. ആൻഡ് എനിക്ക് ഇത് മാത്രമല്ല, എനിക്ക് വേറെ കുറേ ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട്. അല്ലാണ്ട് നമുക്ക് ഈ ഒരു സാധനം മാത്രം ചെയ്തുകൊണ്ടിരുന്ന നമുക്ക് ബോറടിക്കും എന്നുള്ളൊരു തോട്ട് തോന്നി തുടങ്ങി. ആൻഡ് ദ ക്യാരക്ടേഴ്സ് വൺ ഡിഫറെൻറ്റ് ബ്രോ. അതായിരുന്നു എൻ്റെ ഏറ്റവും വലിയ പ്രശ്നം. അതായത് നമ്മളിപ്പോൾ ക്യാരക്ടറൈസേഷൻ അല്ലെങ്കിൽ ക്യാരക്ടേഴ്സ് വേറെ രീതിയിൽ പിടിക്കാൻ നോക്കുമ്പോൾ, അല്ലെങ്കിൽ ഈ അജു വർഗീസിനൊക്കെ ഉണ്ടായിരുന്ന ആർക്ക് പോലെയൊന്നും നമുക്ക് സംഭവിച്ചിട്ടില്ല. അപ്പൊ നായകന്റെ കൂട്ടുകാരനാണെങ്കിൽ പോലും അജു വർഗീസിന് ഒരു ആർക്ക് ഉണ്ടായിരുന്നു, ഒരു ആർക്ക് ഉണ്ടായിരുന്നു. കൂട്ടുകാരനാണെങ്കിലും ഒരെണ്ണത്തിന് പണ്ടനായ കൂട്ടുകാരനാണെങ്കിൽ അടുത്ത പടത്തിലെ ഉപദേശിയായ കൂട്ടുകാരൻ അതുണ്ടായിരുന്നു. ഇപ്പൊ ആനന്ദത്തിലെ ഒരു മണ്ടനായ കൂട്ടുകാരനാണ്, പക്ഷെ മാച്ച് ബോക്സിലെ റോഷനോടെ തന്നെ ഒരു ഉപദേശിയായ ഒരാളായിരുന്നു. അതൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ മോർ ദൻ ബീങ് കൂട്ടുകാർ മാത്രമല്ല, ഇപ്പൊ ആനപ്പാപ്പാന്റെ ഒരു റോള് ചെയ്യാൻ പറ്റി, അതൊക്കെ രസമുള്ള ഒരു എക്സ്പീരിയൻസ് ആയിരുന്നു. പക്ഷേ somewhere I felt that ഈ ഒരു എന്താ പറയുക ട്രാക്ക് മാത്രമല്ല, നമുക്ക് വേറെ സാധനങ്ങൾ ട്രൈ ചെയ്യണം, കുറച്ചും കൂടി ഡ്രമാറ്റിക് ആയിട്ടുള്ള റോൾസ് ട്രൈ ചെയ്യണം എന്ന് ഭയങ്കര ആഗ്രഹം ഉണ്ടായിരുന്നു. അപ്പോൾ ഐ തിങ്ക് ദാറ്റ് ടേൺ ഹാപ്പൻ വിത്ത് തിമിരം എന്ന് പറഞ്ഞൊരു സിനിമ ചെയ്തത്. അത് അധികം ആൾക്കാരൊന്നും കണ്ടിട്ടില്ല, പക്ഷെ എനിക്കത് ഭയങ്കര ഒരു ആശ്വാസം തന്നൊരു സാധനമായിരുന്നു. കാരണം ഒരു കംപ്ലീറ്റ്ലി ന്യൂ ടെറിട്ടറി എക്സ്പ്ലോർ ചെയ്യാൻ പറ്റിയ ഒരു സാധനം. ആൻഡ് ഓൾസോ നമുക്ക് നമ്മുടെ മനസ്സിലൊരു ഐഡിയ ഉണ്ടാവുമല്ലോ, ഐ വോണ്ട് ടു ബി റിമെമ്പേർഡ് ആസ് ദിസ് കൈൻഡ് ഓഫ് എൻ ആക്ടർ, അല്ലെങ്കിൽ ഐ വോണ്ട് ടു ഡു സോ മെനി ഡിഫറെൻറ്റ് കൈൻഡ്സ് ഓഫ് റോൾസ്. അപ്പോൾ ഒരു വളരെ സെൽഫിഷ് ആയിട്ടുള്ള ഒരു ചോയ്സ് തന്നെയായിരുന്നു അത്. എവിടെ മോട്ടിവേഷൻ സ്പീക്കറായ വിശാഖ് ഉണർന്നത്? മറ്റേ തന്ത വൈബ് എന്നൊക്കെ പറയുന്നത് ടെഡെക്സ് ടോക്സ് ഉണ്ട് നമുക്ക്, കുറേ മോട്ടിവേഷൻ സ്പീക്കർ, ലോട്ട്സ് ഓഫ് ഷോർട്സ് ഓഫ് യു കം പോപ്പ് അപ്പ്. മറ്റേ ടെഡെക്സ് ഈയുടെ കൊടുത്തിട്ടുണ്ട്. ഐ ഡോണ്ട് നോ മാൻ, ഐ തിങ്ക് ഇറ്റ് കെയിം ബിക്കോസ് ഭയങ്കര ഇഷ്ടമാണ് എനിക്ക് പിള്ളേരോടല്ല, പക്ഷേ ഈ ഒരു യങ് ഓഡിയൻസിനോടും സംസാരിക്കാൻ എനിക്ക് ഇഷ്ടമാണ്. കാരണം അതിന് ശേഷം നമ്മളോട് എന്താ പറയുക ഫീഡ്ബാക്ക് വന്നത് വാസ് എ ലോട്ട് ഓഫ് ഐ ഫെൽറ്റ് ഐ വാസന്റ് അലോൺ. നിങ്ങളുടെ ഒരു സ്ട്രഗിളിൻ്റെ കഥയും നിങ്ങളുടെ ഒരു ഫെയിലിയേഴ്സിൻ്റെ കഥയും നിങ്ങൾ ഷെയർ ചെയ്തപ്പോൾ ഐ ഫെൽറ്റ് ആസ് ദോ ഓക്കെ ദിസ് ഓൾസോ വിൽ പാസ്. എനിക്കും ഇത് തിരിഞ്ഞു നോക്കുമ്പോൾ ഒരു എന്താ പറയുക, ഒരു ആനക്ഡോട്ടായിട്ട് പറയാൻ പറ്റുന്ന ഒരു ദിവസം വരുന്നുള്ള ഒരു ഫീലിംഗ് പലർക്കും കിട്ടി, വിച്ച് ഐ ഫെൽറ്റ് ഇസ് ഗ്രേറ്റ്. പക്ഷേ നമ്മുടെ സ്റ്റോറി ഷെയർ ചെയ്യാൻ പറ്റുന്ന അതൊരു ഭാഗ്യമാണ്. ഐ ഡോണ്ട് തിങ്ക് ഇറ്റ്സ് സംതിങ് ദറ്റ് നേരത്തെ പ്ലാൻ ചെയ്തൊരു സാധനമൊന്നും ആയിരുന്നില്ല. പണ്ട് കുറെ പബ്ലിക് സ്പീക്കിംഗ് ചെയ്യുമായിരുന്നു സ്കൂളിലായിരുന്നു. അപ്പൊ അതിന്റെ ഒരു ഹാങ് ഓവർ ആയിരുന്നു. പ്രസംഗവും സ്റ്റാൻഡപ്പ് ചെയ്തിട്ടുണ്ട് കുറച്ച്. ചെന്നൈയിലായിരുന്നപ്പോ ഒരു 1.5 വർഷം സ്റ്റാൻഡപ്പ് ഒക്കെ ചെയ്തു. ബട്ട് ആ പബ്ലിക് സ്പീക്കിംഗ് സാധനം ഇടയ്ക്കിടയ്ക്ക് ഞാൻ ചോദിച്ചോട്ടെ, ഇപ്പൊ ഒരു 20 ആഫ്റ്റർ കോളേജ് കഴിഞ്ഞിട്ട് ഒരു യങ്സ്റ്റർ അനുഭവിക്കുന്ന ഒരു ഫ്ലിപ്പ് ഉണ്ട് ജീവിതത്തിൽ. ഭയങ്കര പ്രശ്നമാണ് സത്യം പറഞ്ഞാൽ. എത്ര പേർക്ക് അത് ക്രാക്ക് ചെയ്യാൻ പറ്റും, അല്ലെങ്കിൽ എത്ര പേര് ഈ പറഞ്ഞ അച്ഛൻ നല്ല പൈസ ഉണ്ടാക്കി ബിസിനസ് ഉണ്ടായിരുന്നു, അല്ലെങ്കിൽ അമ്മ ഉണ്ടായിരുന്നു, അങ്ങനെ നമുക്ക് നല്ല ലൈഫ് ഉണ്ടാക്കാൻ പറ്റുന്ന എത്ര പേരുണ്ടെന്ന് എനിക്കറിയില്ല. ഭയങ്കര കുറവായിരിക്കും. പക്ഷെ അപ്പുറത്തെ ഉള്ള സൈഡ് കുറെ കൂടുതലായിരിക്കും. കറക്റ്റ് ആയിട്ടുള്ള ജോലി കിട്ടാത്ത, ജോലിയിൽ സന്തോഷമില്ലാത്ത, പ്രത്യേകിച്ച് ഇപ്പോഴത്തെ ഇൻസ്റ്റാഗ്രാമിന്റെ ഒക്കെ ഒരു വരവോട് കൂട്ടി എന്ത് പറ്റുന്ന വെച്ചാൽ നേരത്തെ നമ്മൾ പറഞ്ഞ പേഷ്യൻസ് ഇല്ലാതായിപ്പോയി. ഇപ്പോൾ ഒരു റീൽ ഇട്ടു, കയ്യിലെ കഴിഞ്ഞു, അവിടെ ഡിജിറ്റൽ കരിയർ ചിലപ്പോൾ അവിടെ അവസാനിപ്പിക്കുന്ന ആൾക്കാരുണ്ട്. സിനിമ 2 ഓഡിഷൻ പോയി കിട്ടിയില്ല, അവിടെ അവസാനിപ്പിക്കുന്ന എത്രയോ ആൾക്കാരുണ്ട്. ഇഷ്ടമില്ലാത്ത ജോലിയും ഇഷ്ടമില്ലാത്ത ജീവിതങ്ങളും ജീവിക്കുന്ന എത്രയോ ചെറുപ്പക്കാരികൾ ഇപ്പോഴും നമ്മുടെ ചുറ്റുമുണ്ട്. സോ വൈ ഡു വി ഫെയിൽ അല്ലെങ്കിൽ വൈ ഡു വി ഫോൾ എന്നുള്ളതുണ്ടല്ലോ, എന്തുകൊണ്ടാ നമ്മൾ തോറ്റുകൊണ്ടിരിക്കുന്നത്? തിരിച്ചെണീക്കാൻ ഒരു എന്താ പറയുക, ഒരു മാർഗം കണ്ടുപിടിക്കാൻ പറ്റുന്നു, അല്ലെങ്കിൽ ഒരു തിരിച്ചെണീക്കാൻ പഠിക്കാൻ വേണ്ടി, അല്ലെങ്കിൽ അതിൽ നിന്നൊരു പാഠം പഠിക്കാൻ വേണ്ടി, അത്രേ ഉള്ളൂ. ദാറ്റ്സ് വൈ വി ഫോൾ എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഞാൻ പറഞ്ഞില്ല, ബാറ്റ്മാനിൽ ഉള്ള ഡയലോഗാണ്. അപ്പം അതിൽ ഭയങ്കര അർത്ഥമില്ലേ. കാരണം ഞാനിപ്പോൾ തിരിഞ്ഞു നോക്കുമ്പോൾ നമ്മൾ ഫെയിൽ ചെയ്ത മൊമെൻറ്റ്സ് ആണ് നമ്മൾ ഏറ്റവും കൂടുതൽ പഠിച്ചിരിക്കുന്ന മൊമെൻറ്റ്സ്, അല്ലെങ്കിൽ നമുക്ക് ഏറ്റവും കൂടുതൽ ഇമ്പ്രൂവ് ചെയ്യാൻ പറ്റിയ ലെസൺസ് നമ്മളെ ലൈഫ് പഠിപ്പിച്ചു തന്ന മൊമെൻറ്റ്സ് ഈ ഫെയിൽ ചെയ്യുമ്പോഴാണ്. സക്സസ് നമ്മളൊന്നും പഠിപ്പിക്കാറില്ല. സന്തോഷം തോന്നും, പക്ഷെ ഇത് നമുക്കൊന്നും പഠിക്കാനില്ല. സോ ഐ തിങ്ക് അത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. ഫെയിൽ ചെയ്യുക എന്നുള്ളത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. ഓവർനൈറ്റ് സക്സസ് അല്ലെങ്കിൽ പെട്ടെന്ന് ഒരു ഭയങ്കര സക്സസ് കിട്ടിയിട്ടുണ്ട്, അതുപോലെ തന്നെ ആ ഫീലിംഗ് എനിക്കറിയാം. പക്ഷെ അത് സസ്റ്റെയിൻ ചെയ്യണമെങ്കിൽ കുറച്ച് ഫെയിലിയർ അനുഭവിക്കണം. എന്നാലേക്കാൻ ഇനിയിപ്പോൾ എനിക്ക് ഐ എം കോൺഫിഡൻറ്റ് ദാറ്റ് ഇനിയിപ്പോൾ സക്സസ് വന്നാൽ അത് ഹാൻഡിൽ ചെയ്യാൻ നമുക്ക് കുറച്ചും കൂടെ പക്വതയോടെ ഹാൻഡിൽ ചെയ്യാൻ ഒരു എക്സ്പീരിയൻസ് ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് ദാറ്റ് ഇസ് ഓൺലി ബിക്കോസ് ഓഫ് ഫെയിലിയർ. അപ്പോൾ ഫെയിലിയർ ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. ഈ പറഞ്ഞ ഇഷ്ടമില്ലാത്ത ജോലികൾ ചെയ്യുക, അല്ലെങ്കിൽ 1-2 തവണ ട്രൈ ചെയ്തിട്ട് ഗിവ് അപ്പ് ചെയ്യുക എന്നുള്ളൊരു സാധനം, അത് ദാറ്റ് മീൻസ് ദാറ്റ്സ് നോട്ട് വാട്ട് യു വോണ്ട് ടു ഡു. എന്നും ഇപ്പോൾ ഓഡിഷൻ കൊടുത്തിട്ടാണ് ഇങ്ങോട്ട് വന്നത്. എല്ലാ ആഴ്ചയും മിനിമം ഒരു 2-3 ഓഡിഷൻസ് കൊടുക്കുന്നുണ്ട്. ഇത് ചെറിയ ആഡ്സിനാവാം, അല്ലെങ്കിൽ വെബ് സീരീസിനാവാം, സിനിമകൾക്കാവാം. ബട്ട് ഇറ്റ് ഡസൻറ്റ് മാറ്റർ. ദിസ് വാട്ട് ഐ ലൈക്ക് ഡൂയിങ്. അപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുക എന്നുള്ളത് അല്ലാണ്ട് വേറെ വഴിയില്ല. അപ്പോൾ ഇഫ് ദാറ്റ് ഡസൻറ്റ് ഇൻട്രസ്റ്റ് യു, ദെൻ സിനിമ ഈസ് നോട്ട് ഫോർ യു. സിനിമയിൽ മറ്റേ ഈ പറഞ്ഞ ഒരു ഫെയിമിന് വേണ്ടി വരുന്ന ഒരു ട്രിപ്പിന് വേണ്ടി വരുന്ന ആൾക്കാരുണ്ട് കുറേ. പക്ഷേ
ഇവിടെ വരുമ്പോൾ യു റിയലൈസ് ഇറ്റ്, എന്താ പറയുക, ഫെയിം ഇസ് വെരി ടെമ്പററി. അത് വരുമ്പോവും, പക്ഷെ അത് മാത്രം നമ്മൾ കെട്ടിപ്പിടിച്ചുകൊണ്ടിരുന്ന നമുക്ക് ഈ ലോഞ്ചാവിറ്റി കിട്ടില്ല. നമുക്ക് ആസ് എ ഹ്യൂമൻ ബീങ് നമ്മൾ ഭയങ്കരമായിട്ട് നേരത്തെ പറഞ്ഞ പോലത്തെ കമ്പാരിസൺസും ടോക്സിസിറ്റിയും നെഗറ്റിവിറ്റിയും അതൊക്കെ വന്ന് നമ്മളെ ഭയങ്കരമായിട്ട് തളർത്തിക്കളയും. സോ ദാറ്റ് പാഷൻ ഷുഡ് ബി ഫോർ വട്ട് എവർ ഇറ്റ് ഇസ്. ഇപ്പോൾ എഞ്ചിനീയറിംഗ് എന്ന് പറഞ്ഞാൽ അത്രയും പാഷനറ്റ് ആയിട്ടുള്ള എഞ്ചിനീയേഴ്സിനെ എനിക്കറിയാം. പിന്നെ പക്ഷെ എന്നാൽ അതുപോലെ തന്നെ എഞ്ചിനീയറിംഗിൽ എന്തിനാ എഞ്ചിനീയറിംഗിന് പോയെന്ന് പറഞ്ഞ് കരഞ്ഞ് നടക്കുന്ന കുറേ പേരുണ്ട്. ഫൈൻഡ് യുവർ പാഷൻ. അത് പറയാൻ എളുപ്പമാണെന്ന് എനിക്കറിയാം, പക്ഷേ അത് കണ്ടുപിടിച്ചാൽ ഇറ്റ്സ് ഫൺ. കുറച്ചധികം നോട്ടായിട്ട് നമ്മൾ സംസാരിക്കുന്നു. അപ്പോൾ അപ്പോഴൊക്കെ എനിക്ക് വളരെ നേരത്തെ പറഞ്ഞാൽ വളരെ പാഷനേറ്റ് ആയിട്ടുള്ള ഒരാളെ എനിക്ക് കാണാൻ പറ്റുന്നുണ്ട്. അല്ലെങ്കിൽ ഇപ്പോൾ നോക്കൂ, ഒരു വളരെ ചുരുങ്ങിയ ബഡ്ജറ്റിൽ ഇറങ്ങിയിട്ട് ഒരു സിനിമ അധികം എത്ര പേര് അത് കാണാൻ പോകുന്നതിൻ്റെ ജോണർ സ്പെസിഫിക് ആയ കാരണം അത് എത്ര പേര് കാണാൻ പോകുന്ന പോലും അറിയാത്ത, നമ്മൾ സംസാരിച്ചിട്ട് സ്ലാഷർ ജോണർ സിനിമയെ പറ്റി നമ്മൾ സംസാരിച്ചു. അതിന് വേണ്ടിയിട്ടാണ് വിശാഖ് ഇറച്ചി കഴിക്കുന്നത്, പച്ചിറച്ചി കഴിക്കുന്നത്. മനസ്സിലായോ ഞാൻ പറയുന്നത്? നിങ്ങൾ അതിൻ്റെ ഔട്ട് നോക്കണില്ല, പാഷൻ ഉള്ളപ്പോൾ ഔട്ട് നോക്കില്ലല്ലോ നമ്മളങ്ങനെ. ഇതെപ്പോഴാണ് തുടങ്ങി? ഇത് പൂത്തു തുടങ്ങി പണ്ട് തൊട്ട് അതായിരുന്നു ബ്രോ. അതിനൊരു വട്ടെന്ന് തന്നെ വിളിക്കാം. അത് ഭയങ്കരമായിട്ട്, കാരണം നമ്മളപ്പോൾ ഇത്ര ആലോചിക്കുന്നുള്ളൂ. നല്ല സിനിമയാണെങ്കിൽ ആൾക്കാർ വന്ന് കാണും. നമുക്കിപ്പോൾ ചെയ്യാൻ പറ്റുന്ന, നമുക്കിപ്പോൾ മാക്സിമം എഫേർട്ട് ഇടുക, മാക്സിമം പടത്തിനെ ഏറ്റവും ബെസ്റ്റ് ആക്കുക എന്നുള്ളതല്ലാണ്ട് വേറെ ഒന്നും ചെയ്യാനില്ല. അപ്പോൾ അവിടെ ഇരുന്നിട്ട് ഇത് എത്ര പേര് കാണും, ഓക്കെ ചിലപ്പോൾ ഇതിൽ നിന്ന് നമുക്ക് വലിയ ഓഡിയൻസ് കിട്ടൂല, എന്നാൽ പിന്നെ ഇത്ര എഫേർട്ട് മതി എന്ന് വിചാരിച്ചു തുടങ്ങിയാൽ പിന്നെ ഭയങ്കര ഡിഫിക്കൽട്ടായിട്ടുള്ളൊരു സിറ്റുവേഷൻ അല്ലേ. എല്ലാത്തിനും നമ്മൾ 100 ഇട്ടുകൊണ്ടിരുന്നാൽ പിന്നെ കുഴപ്പമില്ലല്ലോ. സെയിം വിത്ത് ഫുട്ടേജ്. അത് കണ്ട ആളുകൾക്കൊക്കെ ഭയങ്കരമായിട്ട്, കുറേ ആളുകൾക്ക് ഭയങ്കരമായിട്ട് വർക്കായി. ഇപ്പോഴും ഞാൻ വിചാരിക്കേണ്ടത് ഭയങ്കര അണ്ടർ സെലിബ്രേറ്റഡ് സിനിമയാണ്. ചിലപ്പോൾ ഇനി മറ്റേ ആൻഡ്രോ കാശ്മീരിന്റെ നോ സ്മോക്കിംഗ് ഒക്കെ മാസം ഇറങ്ങുന്നുണ്ട് ഹിന്ദിയിൽ ആണല്ലേ? മേ ബി ഹോപ്പ്ഫുള്ളി ഹിന്ദിയിൽ ഇറങ്ങുമ്പോൾ അതിന് എൻ്റെ ഓഡിയൻസ് ഫൈൻഡ് ചെയ്യും. ഇപ്പോൾ കശ്യപ് സാർ തന്നെയാണ് അത് റീഡബ് ചെയ്ത്, പുള്ളി സ്ക്രിപ്റ്റ് സൂപ്പർവൈസിങ് ചെയ്ത് റീഡബ് ചെയ്ത് പ്രോപ്പറായിട്ട് ഹിന്ദിയിൽ ഇറക്കാൻ പോവാണ്. അപ്പോൾ ലെറ്റ്സ് സീ, ഫിംഗേഴ്സ് ക്രോസ്ഡ്. പക്ഷേ യെസ് ബ്രോ, ഐ മീൻ ഈ പറഞ്ഞ എന്തുകൊണ്ട് എല്ലാ പുതിയ കാര്യങ്ങളും അക്സെപ്റ്റ് ചെയ്യണം, മലയാളി അത് അക്സെപ്റ്റ് ചെയ്യാന്നുള്ളത് ഐ തിങ്ക് കുറേയൊക്കെ നമ്മുടെ കയ്യിലല്ല. ഞാൻ കുറേയൊക്കെ ഡെസ്റ്റിനിയിൽ വിശ്വസിക്കുന്ന ഒരാളാണ്. ഓക്കെ, അത് പടം ഇറങ്ങുന്നതിന് തൊട്ട് മുമ്പാണ് ഹേമ കമ്മിറ്റി വന്നത്. എൻ്റെ ഫസ്റ്റ് അനൗൺസ് ചെയ്ത ഡേറ്റിന് ഐ തിങ്ക് ഒരു ദിവസം മുന്നെയാണ് വയനാട്ടിൽ മറ്റേ ലാൻഡ്സ്ലൈഡ് സംഭവിക്കുന്നു വയനാട്ടിൽ. അപ്പോൾ അതുകൊണ്ട് ഇത് പുഷ് ചെയ്യേണ്ടി വന്നു റിലീസ്. പിന്നെ ഹേമ കമ്മിറ്റി സംഭവിക്കുന്നു. അപ്പോൾ ഇതിൻ്റെ ഇടയിലൊക്കെ ഒരു സിനിമ ഇറങ്ങുമ്പോൾ ഒബ്വിയസ്ലി അതിന് കിട്ടുന്ന അറ്റൻഷൻ ഭയങ്കരമായിട്ട് എഫക്റ്റ് ആവും. അപ്പോൾ കുറേയൊക്കെ ചിലപ്പോൾ ആ ഫിലിമിൻ്റെ ഡെസ്റ്റിനി ആയിരുന്നു. അതിന് ഈ പുറേ പാറക്കെട്ടിന്റെ മേലേക്കൊക്കെ ഒരു സേഫ്റ്റി ഇല്ലാണ്ട് ചാടി ഒക്കെ ചെയ്തില്ലേ? അതെ അതെ. ഒരു ദിവസവും ഇതൊരു പണിയാവുമെന്ന് എനിക്ക് തോന്നുന്നു, ഈ ലാക്ക് ഓഫ് സേഫ്റ്റി. പക്ഷേ അതിലൊരു രസമുണ്ട്, അതുകൊണ്ടാണ് ചെയ്യുന്നത്. കാരണം അപ്പോൾ വേറെ ഒന്നും ആലോചിക്കുന്നില്ല ബ്രോ. കാരണം മറ്റേ റോപ്പിട്ട് ചെയ്യുമ്പോൾ അത് വീഴുന്ന രീതി ശരിയാവുന്നില്ല, വീഴുമ്പോൾ ആ ഗ്രാവിറ്റി ശരിയാവുന്നില്ല. അപ്പോൾ അത് പ്രോപ്പറായിട്ട് വീഴണം, എന്നാലേ അത് കിട്ടുള്ളൂ. റോപ്പൊക്കെ ഉണ്ടായിരുന്നു, പക്ഷെ എന്നാലും അപ്പോൾ അത്രേ ആലോചിക്കുന്നുള്ളൂ. അതൊരു പ്രശ്നമാണെന്ന് എനിക്കറിയില്ല. പലപ്പോഴും വൈഫ് എന്നോട് പറയാറുണ്ട്, ഇത്രയും ഇത് പാടില്ല, ഒരു എവിടെയെങ്കിലും കട്ട് ഓഫ് ചെയ്യാൻ പറ്റണം എന്നുള്ളൊരു സാധനം. പക്ഷേ ഐ ഡോണ്ട് തിങ്ക് ഞാനൊരു മെത്തേഡ് ആക്ടർ അതൊന്നുമില്ല. ആ പോയിന്റിൽ നമുക്ക് അത്രയും ഫണ്ണായതുകൊണ്ടാണ് അത് ചെയ്യുന്നത്. ഞാൻ കേട്ടിട്ടുണ്ട് യു ഹാഡ് എ വെരി വെരി പാഷനേറ്റ് ബ്രദർ ഓൾസോ ടുവേർഡ്സ് സിനിമ. ആലോചിക്കാറുണ്ട് അദ്ദേഹത്തെ പറ്റിയും കൂടി? ഓരോ സിനിമയിൽ ഒരേ മൈൽ സ്റ്റോൺ എത്തുമ്പോഴേക്കും എവറി ഡേ ഓരോ സിനിമ മാത്രമല്ല, എവറി സിംഗിൾ ഡേ. കാരണം അത്രയും ക്ലോസ് ആയിരുന്നു. ആൻഡ് അത് മാത്രമല്ല, ഐ തിങ്ക് പുള്ളി പോയപ്പോൾ സംവെയർ ഡീപ് ഡൗൺ ഇൻസൈഡ് എന്നോട് തന്നെ പ്രോമിസ് ചെയ്തു, ഇനിയിപ്പോൾ ഉള്ള കാലം എനിക്ക് മാത്രമായിരിക്കില്ല, ഇവനും കൂടെ ജീവിക്കണം എന്നുള്ളൊരു സാധനം. അന്ന് ഐ വാസ് ഷുവർ ഹി വാസ് ദ മോർ ആർട്ടിസ്റ്റിക്, ഹി വാസ് ദ മോർ പോപ്പുലർ. അവനായിരുന്നു ദ മോർ, എന്താ പറയുക, ഈ ആക്ടർ എന്നൊക്കെ വിചാരിക്കുമ്പോൾ കിട്ടുന്ന ആ സെറ്റ് ഓഫ് ക്വാളിറ്റീസ് ഉണ്ടല്ലോ, അതൊക്കെ അവനായിരുന്നു ഉള്ളത്. പക്ഷെ ഫോർ സം റീസൺ സംവെയർ സൈക്കോളജിക്കലി സംതിങ് മസ്റ്റ് ഹാവ് ഹാപ്പൻഡ്. അന്ന് തൊട്ട് ഓക്കെ, രണ്ടുപേർക്കും കൂടെ ഉള്ള ഒരു ജേർണി ആയിരിക്കും ഇനി തൊട്ടെന്നുള്ളത് അന്ന് തീരുമാനിച്ചു. ഞാനല്ലത് ഐ റെഡ് സമയം ജാക്കി ചാനല്ലേ, പുള്ളി പറഞ്ഞൊരു സാധനമായിരുന്നു, ഇപ്പോൾ പരാജയങ്ങൾ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും. ചിലപ്പോൾ ഒരു പോയിന്റിൽ യു വിൽ ഫീൽ ലൈക്ക് ഞാൻ എന്തിനാ സിനിമ ചെയ്തത്, വാസ് എ വേസ്റ്റ് ഓഫ് ടൈം. പക്ഷെ ചിലപ്പോൾ ആ ഫിലിം നിങ്ങൾക്ക് തരാൻ പോകുന്ന ഗിഫ്റ്റ് വിൽ കം ടു യു മേ ബി 20 years later. നമുക്ക് ഒരിക്കലും പറയാൻ പറ്റൂല. നമുക്ക് ആകെ ചെയ്യാൻ പറ്റുന്നത് പണിയെടുക്കുക എന്നുള്ളത് മാത്രമാണ്. ആൻഡ് ഐ ബിലീവ് ഇത് ഇപ്പോൾ സിനിമയ്ക്ക് വേണ്ടി, ഐ മീൻ പൈസയ്ക്ക് വേണ്ടിയോ ഫെയിമിനോ വേണ്ടി അല്ല ഇവിടെ വന്നിരിക്കുന്നത്. പൈസ വേണം ഓഫ് കോഴ്സ്, ബിക്കോസ് എനിക്കിതല്ലാണ്ട് വേറെ ബിസിനസ്സോ വേറെ ഒന്നുമില്ല, ഇതേ ഉള്ളൂ പ്രൊഫഷൻ. ബട്ട് ഇറ്റ്സ് നോട്ട് ഫെയിം, ഇറ്റ് ഈസ് സംതിങ് ഡീപ്പർ. ഫോർ മീ ഇറ്റ്സ് ബിക്കോസ് ഇറ്റ്സ് എ വേ ഓഫ് എൻ്റെ ബ്രദറിൻ്റെ ഒരു മെമ്മറിയും അലൈവായിട്ട് കീപ്പ് ചെയ്യാനുള്ള ഒരു ഔട്ട്ലെറ്റും കൂടെയാണത്. സോ ഐ തിങ്ക് ദാറ്റ്സ് വാട്ട് കീപ്സ് മീ ഗോയിങ്. ഇപ്പം ആന്റഗോണിസ്റ്റ് ആവുന്ന സമയത്ത് ഭയങ്കര ഭീകരമായിട്ടൊക്കെ ആളുകളെ കൊല്ലണം, ആളുകളെ പെയിനിലൂടെ കടത്തി വിടണം. സിനിമാറ്റിക് ആണ്, ക്യാമറ വെച്ചാൽ ഷൂട്ട് ചെയ്യണമെന്നൊക്കെ അറിയാം. പക്ഷെ
ഐ സ്റ്റിൽ എൻജോയിങ്. എനിക്ക് മനസ്സിലായി വെച്ചിട്ട് ഭയങ്കര നല്ലൊരു മനുഷ്യനായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത്. ആളുകളെ ഉപദ്രവിക്കാതെ സെൻസ് ഓഫ് ഹ്യൂമർ ബ്രോ. ഈ ഇത്രയും വയലന്റ് ആയിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുമ്പോൾ ഓൺ സെറ്റ് ബിഫോർ ആക്ഷൻ കട്ട് നമ്മൾ ഭയങ്കര ചിരിച്ചും കളിച്ചൊക്കെ ആയിരിക്കും ഇരിക്കുന്നത്. ഇപ്പോൾ ഇതില് പ്രിയാമണി മാമിനെ കുത്തുന്ന ഒരു സീനുണ്ട് പടത്തില്. അപ്പോൾ അതില് കുത്തിയപ്പോൾ അവരിവിടെ പാഡൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു. ഇപ്പം കത്തിയുടെ ഒരു എഡ്ജ് നമ്മൾ കട്ട് ചെയ്തിട്ടാണ് ബാക്കി സി ജി ആണ്. പാഡ് ഉണ്ട്, പാഡിലോട്ട് കുത്തണം. അറിയാണ്ട് ആ സ്പീഡിൽ വന്നപ്പോഴത്തേക്കും പാഡ് മിസ് ചെയ്ത് നേരെ റിബിനിട്ട് പോയി ഇടിച്ച് കുത്തി ഇങ്ങനെ പിടിച്ചു വെച്ചു. അപ്പം മാം അവിടെ ഇങ്ങനെ കാറാൻ തുടങ്ങി. ഐ തോട്ട് ഷി വാസ് ഇൻ ക്യാരക്ടർ. അപ്പം അതിനടുത്ത് ഇങ്ങനെ തിരിക്കുകയൊക്കെ ചെയ്തിട്ട് കട്ട് വിളിച്ചപ്പോൾ മാം എടാ ഭ്രാന്താ. പക്ഷേ ഇറ്റ് ടോക്ക് ആസ് എ ജോക്ക്. അവർ ആ ഒരു സ്പിരിറ്റിൽ അങ്ങ് എടുത്തു. ഓഫ് കോഴ്സ് ഇറ്റ് ഹേർട്സ്. ഇപ്പോൾ ചാക്കോച്ചനോട് അഭിനയിക്കുമ്പോഴാണെങ്കിലും അതെ, ചാക്കോച്ചനും കൊടുത്തിട്ട് ചാക്കോച്ചനും എനിക്ക് നിന്നിട്ടുണ്ട്. ഒരു കോൺടാക്ട് സ്പോർട്ട് കളിക്കുന്ന ഫുട്ബോൾ കളിക്കുന്ന പോലെയാണ്. ഹാപ്പൻസ്. വെയിറ്റ് ചെയ്യുക പേഷ്യൻറ്റോട് കൂടിയിട്ട് എന്നുള്ളൊരു കാര്യം ഉണ്ടല്ലോ. ഇപ്പോൾ ഒരു ഓപ്പർച്യൂണിറ്റിക്ക് വേണ്ടിയിട്ട് നമുക്കറിയാം 16 ആനന്ദം തുടങ്ങി, ഇപ്പോൾ 25 ആയി, അറൗണ്ട് ഒരു 9 years ആവുന്നു. ഇതിൻ്റെ ഇടയിൽ കുറേ സമയം ചില സമയത്തൊക്കെ ഒന്നുമില്ലാണ്ട് വെയിറ്റ് ചെയ്യേണ്ട വന്നു. പിന്നെ ഇഷ്ടം പോലെ. ഹൗ വാസ് ദ മെന്റൽ ഹെൽത്ത്? ആ സമയത്ത് വാസ് ഇൻ ഗ്രേറ്റ്. ഞാൻ സത്യം പറയാലോ, ആദ്യമൊക്കെ ഇറ്റ് വാസ് വെരി വെരി ഡിഫിക്കൽട്ട്. ഈ 2018 2019 ആ സമയത്തൊക്കെയാണ് ഞാൻ ആദ്യമായിട്ട് തെറപ്പിയൊക്കെ അറ്റൻഡ് ചെയ്യുന്നത്. പിന്നെ അതിനുശേഷം ഭയങ്കരമായിട്ട് സെൽഫ് വർക്ക് എന്നുള്ള ഒരു സാധനം ഇമ്പോർട്ടൻ്റ് ആണ്. എസ്പെഷ്യലി ഈ ഒരു ലൈൻ ഓഫ് വർക്കിൽ നമ്മളത് ചെയ്തില്ലെങ്കിൽ കയ്യിൽ നിന്ന് പോവും എന്നുള്ളത് മനസ്സിലായി. അപ്പോൾ ഈ പറഞ്ഞ പോലെ ഫിസിക്കലി ആക്റ്റീവായിട്ടിരിക്കുക, മെഡിറ്റേറ്റ് ചെയ്യുക, എല്ലാവരും പറയുന്ന അതേ കാര്യങ്ങളൊക്കെ തന്നെ. ഇതൊക്കെ ചെയ്തു തുടങ്ങിയപ്പോഴാണ് കുറച്ചും കൂടെ ഒരു എന്താ പറയുക ബെറ്റർ ആയി തുടങ്ങിയത്. ഇൻ ടേംസ് ഓഫ് ഇറ്റ്സ് ഓക്കെ ടു വെയിറ്റ്, ഇറ്റ്സ് ഓൾ റൈറ്റ് എന്നുള്ള ഒരു ഇത് തോന്നുന്നത്. പിന്നെ അഗൈൻ മറ്റേ സാധനം യുനോ ടോം ക്രൂസ് 2 വർഷം കൂടുമ്പോഴാണ് ഒരു സിനിമ ചെയ്യുന്നത്. അപ്പോൾ കുഴപ്പമില്ല, നമുക്ക് വെയിറ്റ് ചെയ്യാം എന്നുള്ള ആ ഒരു ഇതും കിട്ടും. പിന്നെ എനിക്ക് പ്രിപ്പയർ ചെയ്യാൻ ഇഷ്ടമാണ്. അപ്പോൾ ബാക്ക് ടു ബാക്ക് പടങ്ങൾ എനിക്ക് പറ്റില്ല. അത് ഞാൻ മനസ്സിലാക്കിയ ഒരു കാര്യമാണ്. ഐ കാൺ ഫിനിഷ് വൺ ഫിലിം അടുത്ത ആഴ്ച അടുത്തതിലേക്ക് പോലെ ഒരു സമയത്ത് 2 പടം പിടിക്കുക, അതെനിക്ക് പറ്റില്ല. എപ്പോഴാണ് EMI ആക്ടർ ആവേണ്ടത് തീരുമാനിച്ചത്? EMI ആക്ടർ ആവേണ്ടതെന്ന് തീരുമാനിച്ചത് ഈയിടെയാണ്. ഐ തിങ്ക് കുറേ EMI ആക്ടേഴ്സ് ഉണ്ട്. ബട്ട് ഐ ഫീൽ ബ്രോ എനിക്ക് ലക്കിലി ഈ പുറത്തുള്ള ആഡ്സ് ഉണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ ഈ ഓഡിഷൻ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അത് കൂടുതലും ആഡ്സാ. അപ്പോൾ ആഡ്സ് ഇപ്പം നമുക്ക് പോയി അഭിനയിച്ച പെട്ടെന്ന് 1-2 ദിവസം കൊണ്ട് ഒരു 2 മാസത്തേക്കുള്ള ഫണ്ട് സെറ്റാണ്. റെന്റെങ്കിലും അടച്ചു പോവാം. പിന്നെ ഭാര്യയ്ക്ക് ജോലിയുണ്ട്. അപ്പോൾ കുഴപ്പമില്ല. ബട്ട് ആൻഡ് ഷീ ഈസ് ബിൻ വെരി സപ്പോർട്ടീവ് ബ്രോ. അവള് ഭയങ്കരമായിട്ട് ഒരു സത്യം പറഞ്ഞാൽ എനിക്ക് ഇത്രയും ധൈര്യം വന്നത് ഇൻ മൈ സെൽഫ് ഓൾസോ അവൾ വന്നതിന് ശേഷമാണ്. ഞാൻ നെഗോഷിയേഷനിൽ ഭയങ്കര മോശമാണ്. പൈസ നെഗോഷിയേറ്റ് ചെയ്യുന്ന കാര്യത്തിൽ പറ്റിക്കാൻ ഭയങ്കര എളുപ്പമാണ്. ഞാൻ ഭയങ്കര നൈവാണ്. മോനെ ചെറിയ പടമല്ലേടാ, ഇങ്ങനെയല്ല അങ്ങനെയല്ല എന്നൊക്കെ പറഞ്ഞ് കുഴപ്പമില്ലേട്ടാ എന്നൊക്കെ പറഞ്ഞ് ഞാൻ വിട്ടുകളയും. പക്ഷേ ഷീസ് നോട്ട് ലൈക്ക് ദാറ്റ്. അത് മര്യാദയ്ക്ക് ചെയ്യാൻ പഠിപ്പിച്ചത് അവളാണ്. പൈസ ഇല്ലാണ്ട് ഈ പറഞ്ഞ് വെയിറ്റ് ചെയ്തുകൊണ്ടിരുന്ന സമയത്ത് നീ പേടിക്കണ്ട, എൻ്റെ കയ്യിൽ പൈസയുണ്ട്, സാലറി വരുന്നുണ്ട്, നമുക്ക് അങ്ങനെ ജീവിക്കാം, അതിനുള്ളത് ആ ഒരു ബൗണ്ടറിയിൽ ജീവിച്ചാൽ മതി എന്നുള്ളൊരു കാര്യവും പറഞ്ഞു തന്നവളാണ്. അപ്പോൾ ഇൻ ലോട്ട് ഓഫ് വേസ് അത് ഭയങ്കര ഒരു പില്ലർ ഓഫ് സ്ട്രെങ്ത് എന്നൊക്കെ പറയുന്ന പോലെ ഭയങ്കര ഒരു ഇതാണ്, ബാക്കിംഗ് ആണ്. എന്ത് വെച്ചിട്ടാണ് നമ്മൾ ഓഫീസർ ഓൺ ഡ്യൂട്ടി സെല്ല് ചെയ്യുക? ഐ മീൻ ഒരു USP പറയാം. USP എന്ന് പറയുവാണെങ്കിൽ ഇതിൽ ഇപ്പോൾ ഇവർക്ക് ഈ സെയിം ടീം ഇപ്പൊ കുറെ കമ്പാരിസൺസ് വരുമ്പോൾ ഒരു ടീം ഓഫ് ആന്റഗോണിസ്റ്റ്, ഒരു ടീം ഓഫ് പോലീസ് ഓഫീസേഴ്സ് എന്ന് പറഞ്ഞാൽ തീരുന്നുണ്ട്. നമുക്ക് പോലീസ് സ്റ്റോറി ഉണ്ട്, നമുക്ക് പല കുറെ പോലീസ് സ്റ്റോറി ഉണ്ട്, നമുക്ക് കുറെ ഉണ്ട്. അപ്പം ഇവിടെ അവിടെ എങ്ങനെ എന്താ വ്യത്യസ്തപ്പെടുത്തുക? അവിടെ ഏറ്റവും കൂടുതൽ ഡിഫറൻഷിയേറ്റ് ചെയ്യുന്ന കാര്യം എന്ന് വെച്ചാൽ ഇതിൽ ഭയങ്കരമായിട്ട് ഞാൻ നേരത്തെ പറഞ്ഞൊരു കാര്യമുണ്ടല്ലോ, ഭയങ്കരമായിട്ട് ഒരു 1-sided സ്റ്റോറി അല്ല ഇത്. മറ്റേത് എന്താ പറയുക, കുറെ ബാഡ് ഗൈസ് ഉണ്ട്, നായകൻ പക്ഷെ നായകൻ തന്നെയാണ് അല്ലേ, വൈറ്റ് ആൻഡ് ബ്ലാക്ക് ആണ്. ഇത് അതല്ല, ഇത് മറ്റേ ലാലേട്ടൻ പറഞ്ഞ പോലത്തെ എന്തായാലും തിന്മയും തമ്മിലുള്ള യുദ്ധമാണെന്ന് പറയാം. അപ്പോൾ അതാണിത്. അപ്പോൾ അത് ഭയങ്കര ഒരു ഇൻട്രസ്റ്റിംഗ് സാധനം തന്നെയാണ്. കാരണം 2 പേരുടെയും സൈഡിൽ ഭയങ്കര സ്ട്രോങ് ആയിട്ടുള്ള ജസ്റ്റിഫിക്കേഷൻസ് ഉണ്ട്. അതാണ് ഇതിലെ ഏറ്റവും എക്സൈറ്റിംഗ് ഉള്ള കാര്യം. പിന്നെ USP എന്ന് പറയുകയാണെങ്കിൽ ഇപ്പോൾ ഷൈക്ക, മാർട്ടിൻ ചേട്ടൻ, ജിത്തുവേട്ടൻ, ഇവരൊക്കെ ഈ ടീം, ജെയ്ക്സ് ബിജോയ്, മറ്റേ ജോസഫ് നായാട്ട്, ഇരട്ട, ഇതൊക്കെ ഇവരുടെ സിനിമകളാണ്. പക്ഷെ അതൊക്കെ ഭയങ്കര റിയലിസ്റ്റിക് ഗ്രൗണ്ടഡ് ഫിലിംസ് ആണ്. ഇതല്ല, കുറച്ചുകൂടി സിനിമാറ്റിക് ആണ്. ഇത് സിനിമാറ്റിക് ആയിട്ടുള്ള ഒരു ട്രീറ്റ്മെന്റ് ആണ്. അപ്പോൾ അതിൻ്റെ ഒരു എക്സൈറ്റ്മെന്റ് ഫാക്ടറാണ് വേറെ ഒരു കാര്യം. ഇവർ ഈ ടീമിൽ നിന്ന് ഒരു സിനിമാറ്റിക്, ഇപ്പോൾ മാർട്ടിൻ ചേട്ടൻ്റെ ലാസ്റ്റ് സിനിമാറ്റിക് സാധനം എന്ന് പറയുകയാണെങ്കിൽ ഏതായിരുന്നു, ചാർലി പ്രോബബ്ലി അല്ലേ. അത് കഴിഞ്ഞിട്ട് പിന്നെ അദ്ദേഹവും ഈ ഒരു റിയലിസ്റ്റിക് കടന്നു. അതെ, പക്ഷെ ഇതില് പുള്ളി ആ ഒരു 2 എക്സ്ട്രീംസും ബ്രിഡ്ജ് ചെയ്യുന്ന ഒരു സാധനമാണ്. റിയലിസ്റ്റിക് ആണ്, എന്നാൽ കുറച്ച് ഒരു മാസി ഒരു ആക്ഷൻ ത്രില്ലറിന്റെ ആ ഒരു ഉംഫുണ്ട്. ഐ തിങ്ക് ദാറ്റ്സ് ന്യൂ, സംതിങ് എക്സൈറ്റിംഗ്. ഇൻഷാല്ലാ എല്ലാം നന്നായി ഭവിക്കട്ടെ. വിശാഖ് വളരെയധികം അധ്വാനിക്കുന്ന ഒരു മനുഷ്യനാണ്. അത്
എന്തെങ്കിലും യൂണിവേഴ്സ് കാണും. Thank you. അതിനുള്ള ഒരു വാട്സപ്പ് തരും. താങ്ക് യു ഫോർ ദ ടൈം. എനിക്കറിയാം ഇത് കഴിഞ്ഞിട്ട് കയാക്കിങ്ങിന് പോകാനുണ്ട്. പടം വെക്കണ്ടറിയാ എന്തൊക്കെ ചെയ്യണം. കയാക്കിങ്ങിന് പോകണം ഓഫീസറിൻ്റെ പ്രൊമോഷൻ വേണ്ടിയിട്ട്. അപ്പോൾ അതിന് പോകാനുള്ള ധൃതിയുണ്ട്. അപ്പോൾ കാണാം. നേരത്തെ ഒരുപാട് താങ്ക് യു. വാട്സാപ്പ് വഴി ഇംഗ്ലീഷ് പഠിക്കാൻ ഇംഗ്ലീഷ് കഫേ ഉള്ളപ്പോൾ ഇംഗ്ലീഷ് ഒരു വിഷയമേ അല്ല. ഇംഗ്ലീഷ് കഫേ പ്രസൻസ് യു ദ പെർഫെക്റ്റ് ഇംഗ്ലീഷ്. ഇംഗ്ലീഷ് കഫേ, വി പ്രസന്റ് യു ദ പെർഫെക്റ്റ് ഇംഗ്ലീഷ്. വാട്സ്ആപ്പ് now 9633 888 575.